Good afternoon, respected Secretary, Treasurer, and Jordan sir, and respected other members of this bar. The task of introducing our guest of honor and a speaker is a great privilege for me. Advocate John Ashraf, the man of virtue and simplicity, is a distinguished advocate and a master of skills in cross-examination and criminal proceedings. He has pursued his LLB degree in Government Law College in the year 1987 to 1992. Later, he has started his career with T.D. Robin in Ernakulam. And after working as a paralegal in civil law office, later he was shifted to criminal law practice throughout Kerala. He's appeared in all district courts in 14 districts. He appeared in various high-profile cases like stated by the Jodhgar sir in Uttara murder case, and he is also dealing with the appeal matter in High Court. And recently we have spotted him out that he was appointed as an amicus curiae by the Honorable High Court of Kerala in the recent suicide case of APP in Kollam. So besides this, he is also a sports enthusiast who does super random cycling and all. He has got a great ranking in cycling, as he does almost 1,200 kilometers of cycling in a stretch. So we have got acquaintance like that, and it is very helpful for all of us to have this legend here. Thank you so much. ജോൺ എസ് റാം സാറിനെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ വളരെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളുടെ സദസ്സിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എന്നെ ഇതിനെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് വന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റെന്തൊരു സെമിനാറിന് വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഭാഗത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പദം കണ്ടപ്പോൾ ഞാനിതുപോലെ ഒരു 6 മാസം മുമ്പ് മാവേലിക്കരയിൽ എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ ക്ലാസ്സിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു വക്കീൽ ഇന്ന് നടക്കും തോന്നുന്നുണ്ട് സ്ഥലങ്ങളിൽ. പക്ഷേ എന്താ വെച്ചാൽ ആരും ഭരിച്ചിട്ടുണ്ട്, ബാനർ വെച്ച് കിട്ടിയിരുന്നു. ഇത് നിങ്ങൾ പുറത്തൊന്നും കിട്ടിയിട്ടില്ലല്ലേ? ഇവിടെ വന്നപ്പോഴോ? പിന്നെ അപ്പം ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ നാന്തി. പിന്നെ എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇവർ പല ശ്രമങ്ങളും നടത്തി. ഞാൻ നടത്തിയ പ്രമാണങ്ങളുടെ കേസുകളൊക്കെ പറയാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും പറഞ്ഞില്ല, ചില എല്ലാം തോറ്റ കേസുകളാണ്. ഈ അടുത്ത് തന്നെ നാഷണൽ ലോ സ്കൂളിൽ വിളിച്ച് അത് ഇതുപോലെ അവർക്ക് വേറെ ഏതോ സോഴ്സിൽ നിന്ന് ഒരു 5-6 കേസ് എടുത്തിട്ട് അതിനെക്കുറിച്ച് വാചാലമായിട്ട് പറഞ്ഞു. ഈ 6 കേസ് ഞാൻ തോറ്റ കേസാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് നിർത്തി. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതുകൊണ്ട് സന്തോഷമുണ്ട്. ഈ ബാറിനെക്കുറിച്ച് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈബ്രറിയെ സംബന്ധിച്ചാണ്. ഇവിടെ 21 വന്നിട്ട് AR-കളുണ്ട്, AR-ൻ്റെ കളക്ഷനുണ്ട്. പിന്നെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ബോയ്സ് ആൻഡ് പെർക്കിൻസിൻ്റെ ക്രിമിനൽ ലോ അവിടെ ടെക്സ്റ്റുള്ള ഈ ബാറിൽ മാത്രമാണ്. ഇവിടെ ഉണ്ടാവുകയായിരിക്കും. ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടതാണ്. അന്ന് അടിച്ചു മാറ്റണമെന്നുണ്ടായി, പക്ഷേ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ സന്ദർഭം കിട്ടിയില്ല. അപ്പോൾ ബോയ്സ് ആൻഡ് പെർക്കിൻസ് ഉണ്ട് ഇവിടെ. ബോയ്സ് ആൻഡ് പെർക്കിൻസ് ആണ് ക്രിമിനൽ. ക്രിമിനൽ ലോയിൽ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നൊരു സാധനമാണ്. ഒരു ടെക്സ്റ്റാണ്, നല്ല ടെക്സ്റ്റാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ പ്രോബ്ലംസ് കൊടുത്തിട്ടാണ് പെർക്കിൻസ് ഓരോ സിറ്റുവേഷൻസും ഡീൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ 1875 ഒരു ആദ്യം വന്നിട്ടുള്ള ഹോമിസൈഡ് അവരെ ചില കേസുകൾ, അതിൻ്റെയൊക്കെ ബേസ് 300 സബ്ക്ലോസ് ഓർഡറിൻ്റെ അതിൻ്റെയൊക്കെ ബേസ് വരുന്നത് ബോയ്സ് ആൻഡ് പെർക്കിൻസിൻ്റെ കുറച്ച് ഡിസ്കഷൻസിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും വിളിച്ചതിൽ സന്തോഷം. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഈ ക്രിമിനൽ ലോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതിൻ്റെ സമഗ്രമായിട്ടൊരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു തെറ്റിദ്ധാരണ. പക്ഷെ ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പഠിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് വളരെ കുറച്ച് സെക്ഷൻ നമ്പറുകൾ മാറിയിട്ടുണ്ട്. പുതിയതായിട്ട് പഠിക്കാനുള്ളവരെ സംബന്ധിച്ച് പുതിയതായിട്ട് പഠിക്കാനുള്ളൊരു ചാൻസാണ്. ഞങ്ങളെപ്പോലത്തെ ഈ റീട്രെഡുകളെ സംബന്ധിച്ച് ഈ നേരത്തെ പഠിച്ച സെക്ഷനുകളൊക്കെ രണ്ടാമത് മാറ്റി പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി പഠിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നമുക്ക് കൂടി വന്നൊരു 50 സെക്ഷൻ നമുക്ക് അറിയുള്ളൂ. നമ്മളോട് തന്നെ ചോദിച്ചു നമുക്ക് എത്ര സെക്ഷൻ അറിയാം. ഞാൻ ഒരു ദിവസം ഹൈക്കോടതിയിൽ നിന്ന്
എവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു പുതിയ സ്റ്റാറ്റ്യൂട്ട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്നെക്കാൾ കുറച്ചുകൂടി സീനിയറായിട്ട് സാറ് അദ്ദേഹം അടുത്തിരിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൂ, ഇതൊരു ചതിയാ ചെയ്തു, ഇതൊരു മുഴുവൻ കാണാതെ പഠിക്കണം. അപ്പം ഞാനപ്പോൾ അവിടെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല സാറ്. അദ്ദേഹം സാറിന് ചോദിച്ച് അദ്ദേഹം IPC നോക്കിക്കൊണ്ടിരിക്കുക. അദ്ദേഹം സാറിന് സാറ് എന്തോരം നോക്കിയിട്ടുണ്ട്, പഴയ IPC അല്ല ഇപ്പോഴത്തെ IPC, ഇന്നുവരെയുള്ള IPC. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനൊരു 70 to 80% നോക്കിയിട്ടുണ്ട്. എന്നിട്ട് സാറ് കൃത്യമായിട്ട് പഠിച്ചൊരു 4 സെക്ഷൻ എന്ന് പറഞ്ഞതാണ്. അവളുടെ മുഖം മാറിയിട്ട് ഇത് കുറച്ച് റിട്ടേറ്റഡായി. ഇതിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു 379, 420, 302 അത് 4 സെക്ഷൻ പറഞ്ഞു. 420 നമുക്ക് എല്ലാവർക്കും പറയാം ചീറ്റിങ്. ഞാൻ സാറ് 421 എന്താ അവളുടെ മുഖം ചെറുതായിട്ട് മാറി. 302 നമുക്ക് വേറെ 301 എന്താ. ആ പുള്ളി ഒന്നും കൂടി പുള്ളിയുടെ മുഖം മാറി. പിന്നെ അടുത്ത ഞാൻ ചോദിച്ചില്ല. പിന്നെ ചോദിച്ചാൽ എനിക്ക് അടി കിട്ടും. ആ അവസ്ഥയിലേക്ക് പുള്ളിയുടെ മുഖം. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ തന്നെ. നമ്മളോട് ചോദിച്ചു നോക്കിയാൽ കൂടി വന്നാൽ 50 സെക്ഷൻ കൂടുതൽ നമുക്ക് ആർക്കും അറിയില്ല. ബാക്കി എവിടെയൊക്കെ എന്തൊക്കെ സബ്ജക്റ്റ് ഉണ്ടെന്ന് അറിയാതെ അല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല, നമ്മളങ്ങനെ കാണാപ്പാടം പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ സെക്ഷനിൽ കാണാപ്പാടം പഠിക്കുകയല്ല വേണ്ടത്, വേർ ടു ലുക്ക്, എവിടെ നോക്കണമെന്ന് മാത്രം അറിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അതാത് സമയം വരുമ്പോൾ നോക്കാത്ത ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റാറ്റ്യൂട്ടിൽ മാറിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ ഇതിൽ സമഗ്രമായിട്ട് മാറ്റം വന്നെന്ന് തോന്നാനുള്ള കാരണം ഇതിൽ സെക്ഷനുകളിലെ നമ്പറുകളുടെ മാറ്റം വന്നതും ഇതിൽ പേര് മാറ്റിയതാണ്. അപ്പോൾ ഇതിൽ പേരിൽ ചില കുഴപ്പങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ അത് BNSSൽ ഞാൻ ഹിന്ദിയിൽ വളരെ കുറയുന്നതാണ്, ഹിന്ദി അറിയാവുന്ന നാഗരിക സുരക്ഷാ നിയമം എന്നാണ്. അപ്പോൾ അതായത് സിറ്റിസൺസ് എന്നാണ് അല്ലേ, നാഗരിക എന്ന് പറയുന്നത് സിറ്റിസനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ കുഴപ്പങ്ങൾ വരും. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻസും ആർട്ടിക്കിൾ 21 പ്രൊട്ടക്ഷൻസൊന്നും സിറ്റിസണിലേക്ക് മാത്രം കൺഫൈൻഡ് അല്ല. ഇന്ത്യയിലുള്ള ഫോറിൻ സിറ്റിസൺസ്, അത് ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ഇന്ത്യയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും സമയത്തുള്ള ആളുകളെയോ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളിൽപ്പെടുന്ന എല്ലാവർക്കും ഉള്ള പ്രൊട്ടക്ഷൻസാണ് ആർട്ടിക്കിൾ 21 എവലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പം അങ്ങനെ നോക്കിയാൽ അത് വെറുതെ എന്തെങ്കിലും കുറ്റം പറയണം എന്ന് ഉള്ളൊരു ലാക്കോടെ നോക്കിയാൽ ചില കുറ്റങ്ങളുണ്ടെന്നല്ലാതെ കാര്യമായിട്ട് ഇതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് നോക്കുകയാണെങ്കിൽ 2.5% മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് സെക്ഷനിൻ്റെ നമ്പറുകളുടെ മാറ്റം വന്നത്? നിങ്ങളിപ്പോൾ യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാൽ ഒരുപാട് ചെറിയ ചെറിയ ടോക്കുകൾ കാണും. ഇപ്പം ഇന്നലെ ഞാൻ മാംഗ്ലൂർ പോലീസ് ചീഫിൻ്റെ ഒരു ടോക്ക് 2.5-3 മിനിറ്റേ ഉള്ളൂ. പക്ഷേ അത് കാണുമ്പോഴാണ് ഇവരാരും ഇത് വായിച്ചു നോക്കിയിട്ടില്ല. ഒന്നെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ വെച്ചിട്ട് പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് സ്റ്റാറ്റ്യൂട്ടിൻ്റെ കുറച്ചുകൂടി IPC കുറച്ചുകൂടി ലീനാക്കി സെക്ഷൻസ് കുറച്ച് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയല്ല, സെക്ഷൻസ് കൂട്ടേ ചെയ്തിട്ടുള്ളൂ, പക്ഷേ സെക്ഷൻ്റെ നമ്പറുകളിലാണ് കുറവ് വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഡെഫിനിഷൻ ക്ലോസുകളുണ്ട്, 8, 9, 10, 11 ജെൻഡർ, ഇയർ, മാൻ, വുമൺ അതെല്ലാം കൂടി ഒറ്റ സെക്ഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വന്നപ്പോൾ അതിൻ്റെ നമ്പറുകൾ കുറഞ്ഞു. അതെല്ലാം മറ്റ് പല എക്സ്ട്രോഷൻ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒരു സെക്ഷൻ സ്റ്റാറ്റ്യൂട്ട് ഡിഫൈൻ ചെയ്യും, അടുത്തതിൽ പണിഷ്മെൻറ്റ് പറയും, മറ്റൊരെണ്ണത്തിൽ തന്നെ അറ്റംപ്റ്റ് പറയും. അങ്ങനെയായിരുന്നു. അതെല്ലാം കൂടി കംപ്ലൈൻറ്റ് ചെയ്ത് ഒറ്റ സെക്ഷനിലാക്കി. അങ്ങനെയാണ് സെക്ഷൻ്റെ നമ്പർ കുറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് കുറഞ്ഞിട്ടില്ല. മാത്രമല്ല ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് കൂടുകയാണ് ചെയ്തത്. അതാണ് IPCയിൽ വന്നിട്ടുള്ള മാറ്റം. പക്ഷെ അത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് മാറ്റം, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു സബ്ജക്റ്റ്, ഒരു മേബി 1-2 സെക്ഷൻസ് വെച്ച് നമ്മളെ ബാധിക്കുന്ന യാതൊരു മാറ്റങ്ങളും ഇതിൽ വന്നിട്ടില്ല. ഈ 3 സ്റ്റാറ്റ്യൂട്ടുകളിൽ ഏറ്റവും കുറച്ച് മാറ്റം വന്നിട്ടുള്ളത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാൻ എനിക്ക് തോന്നുന്നു. ഒന്ന്, ഈ ഇലക്ട്രോണിക് എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സെക്ഷനുകളും എല്ലാത്തിലും അതിൻ്റെ വാക്കുകൾ ചേർത്തു. അതാണ് കാര്യമായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ റീസൺസ് ആൻഡ് ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പാർലമെൻറ്റ് ഗവൺമെൻറ് ഡിസ്കഷൻസിലോ അവരെല്ലാത്തിലും പറഞ്ഞിരുന്നത്, റിപ്പീറ്റായിട്ട് പറഞ്ഞിരുന്നത്, ഈ 1860 കൊളോണിയൽ നിയമങ്ങൾ മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പുതിയ നിയമം കൊണ്ടുവന്നതാണ്. അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എവിഡൻസ് ആക്ട് തൊട്ടിട്ടില്ല എന്നാണ് ഈ പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അനുസരിച്ചുള്ള വാക്കുകൾ ചേർത്തതല്ലാതെ 1872 എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിലെവിടേക്കാണോ മാറ്റങ്ങൾ വരുത്തേണ്ടത് അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. ഒരു ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് 69th ലോ കമ്മീഷൻ റിപ്പോർട്ടോ 185th ലോ കമ്മീഷൻ റിപ്പോർട്ടോ തൊട്ട് നോക്കിയിട്ടില്ല, വായിച്ചു നോക്കിയിട്ടേ ഇല്ല എന്നുള്ള 100% ഉറപ്പാണ്. വെച്ചാൽ അതിലാണ് ആ 2 റിപ്പോർട്ടുകളിലാണ് എവിഡൻസ് ആക്ടിൽ കുറച്ചെങ്കിലും ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്തേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നത്. അതൊന്നും തൊട്ടിട്ടില്ല, ഒരിടത്തും തൊട്ട് നോക്കിയിട്ടില്ല.
BNSS-ൽ ക്രിമിനൽ CRPC-യിൽ മാറ്റങ്ങൾ വരുന്നു തോന്നുന്നത് ഈ പറഞ്ഞത് നമ്പറുകൾ റീഅസൈൻ ചെയ്തുകൊണ്ടാണ്, അല്ലാതെ സബ്ജക്റ്റിൽ മാറ്റം വന്നിട്ടില്ല. IPC-യെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളെല്ലാവരും പേടിച്ചിരുന്നത് അല്ലെങ്കിൽ മാറ്റം വരും എന്ന് വിചാരിച്ചിരുന്നത് ഹോമിസൈഡ് ലോയിലാണ്. നമ്മൾ 1996 ശേഷം നമ്മൾ ഒരിക്കലും ഹോമിസൈഡ് ലോ റിവൈസ് ചെയ്തിട്ടില്ല. UK-യിൽ പല പ്രാവശ്യം റിവൈസ് ചെയ്തു. OPA കൊണ്ടുവന്നു, പ്രൊഡക്ഷൻ പേഴ്സൺസ് ആക്ട് കൊണ്ടുവന്നു, ഹോമിസൈഡ് ആക്ട് കൊണ്ടുവന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു. പക്ഷെ അതൊന്നും നമ്മൾ ടച്ച് ചെയ്തില്ല. ഒരു റെക്കമെൻഡേഷൻസ് വായിച്ച് നോക്കുകയോ ഒരു കാലാനുസൃതമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരികയും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച്, പഴയ ആൾക്കാരെ സംബന്ധിച്ച് ഈ സെക്ഷനുകൾ, കുറച്ച് സെക്ഷനുകൾ റീനമ്പർ ചെയ്ത് പഠിക്കണമെന്നല്ലാതെ പുതിയതായിട്ട് യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ല. എവിഡൻസ് ആക്ടിൽ ഈ പുതിയ വാക്കുകൾ ചേർത്തത് കൂടാതെ മറ്റൊരു ചെറിയൊരു വ്യത്യാസം വന്നു വെച്ചാൽ കൺഫ്യൂഷൻ ഓഫ് ഓഫീസ് സെക്ഷൻ 30-ൽ ഒരു പ്രതി അബ്സ്കോണ്ടിങ് ആണെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് അയാളുടെ ബോക്സിൽ ഇല്ലാതെ നടക്കുന്ന ട്രയലുകളിൽ അയാൾക്ക് എതിരെയുള്ള ഇത് സെക്ഷൻ 30 അനുസരിച്ച് എടുക്കാൻ പാടില്ല. അതിലൊരു മാറ്റം വരുത്തി അബ്സ്കോണ്ടിങ് ആണെങ്കിലും സെക്ഷൻ 30-യുടെ ആപ്ലിക്കേഷൻ വരും എന്ന് അതിൽ ചേർത്തു. ഇതാണ് ഒരു കാതലായിട്ടൊരു മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ നമ്മളുടെ എപ്പോഴും നമ്മൾ പറയുന്ന 25, 26, 27 നമ്മൾ ഡിസ്കവറി അല്ലെങ്കിൽ റിക്കവറി എന്ന് പറയുന്ന ആ 3 സെക്ഷനുകളിൽ ക്ലബ് ചെയ്തിട്ട് ഒറ്റ സെക്ഷനിലാക്കി. അതിലൊരു കാരണം ഉണ്ടെന്ന് തോന്നുന്നത് സെക്ഷൻ 27 നമ്മളെപ്പോഴും പ്രോസിക്യൂട്ടറിൻ്റെ പ്രധാന ആയുധമാണ് സെക്ഷൻ 27 സെക്ഷൻ 26-ന്റെ പ്രൊവൈസയാണോ സെക്ഷൻ 25-ന്റെ പ്രൊവൈസയാണോ എന്നുള്ളത് ഒരുപാട് വർഷങ്ങളായിട്ട് തർക്കമുള്ളതാണ്. 2 ലൈൻ ഓഫ് ഡിസിഷൻസും 26-ന്റെ മാത്രമാണ്, 25-ന്റെയും 26-ന്റെയും കൂടിയാണ്. പേപ്പാപ്പീസ് ആരെങ്കിലും പോലെയുള്ള ജൂറിസ്റ്റുകളുടെ 26-ന്റെ മാത്രമാണെന്നാണ്. അങ്ങനെ ആ ഒരു തർക്കങ്ങൾ റിസോൾവ് ചെയ്യാനായിട്ട് ഈ 3 സെക്ഷനും കൂടി ഒറ്റ സെക്ഷനിലാക്കി 24-ലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോൾ 24-ന്റെയും 25-ന്റെയും 26-ന്റെയും എക്സെപ്ഷനാണ് 27. ആ തരത്തിൽ അതൊരു മാറ്റം എന്ന് പറയാനില്ല, അതൊരു ക്ലാരിഫിക്കേഷനായിട്ട് അതായത് സെക്ഷൻസ് കമ്പൈൻ ചെയ്ത് ഒറ്റ സെക്ഷനിൽ കൊണ്ടുവന്നു. മറ്റൊരെണ്ണം സെക്ഷൻ 58-ൽ കൊണ്ടുവന്നൊരു മാറ്റമാണ്. അത് വളരെ ഹൈപ്പർ ടെക്നിക്കലായിട്ടൊരു മാറ്റമാണ്. അത് പഴയ സെക്ഷൻസ് പഴയതല്ല, ഇന്നത്തെ സെക്ഷൻ 65G ഇതിൽ പറയുന്ന അക്കൗണ്ടൻറ്റ് പോലത്തെ ആളുകളുടെ, അതായത് ഡോക്യുമെൻറ്റ്സ് നോക്കി വോളണ്ടിയസ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, അക്കൗണ്ട് ബുക്സ് പോലുള്ള ഡോക്യുമെൻറ്റുകൾ നോക്കി അതിൻ്റെ ഒപ്പീനിയൻ കൊടുക്കുന്ന ആളുകളുടെ ഒപ്പീനിയൻ്റെ റിലവൻസ് സെക്ഷൻ 65G ഒരുപാട് വർഷങ്ങളായിട്ട് തർക്കത്തിലുള്ളൊരു വിഷയമാണ്. പക്ഷേ വളരെ അപൂർവം ഡിസിഷൻസിൽ മാത്രമേ അത് കാണുകയുള്ളൂ. മീഡിയയുടെ 1-2 ഡിസിഷൻസിൽ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ അക്കാഡമിഷ്യൻസിൻ്റെ ഇടയിൽ ഒരു തർക്ക വിഷയമായിരുന്നു. ഒരു മോറൽ എവിഡൻസ് കൊണ്ട് ഡോക്യുമെൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള തർക്ക വിഷയമായിരുന്നു. പ്രൊഫസർ നാഗേശ്വർ റാവുക്ക് അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് അത് സബ്സ്റ്റാൻഷ്യലി റോങ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടായിരിക്കാം സെക്ഷൻ 58-ന്റെ ഒരു സബ് ക്ലോസ് ചേർത്തു. ഓറൽ എവിഡൻസ് കൊണ്ട് ചില ഡോക്യുമെൻറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന തരത്തിലാണ് ആ അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അമെൻമെൻറ്റ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയുള്ളൂ. ഒരിക്കലും അത് ഉള്ള ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യാനും അല്ലെങ്കിൽ ആ സെക്ഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാൻ വേണ്ടി മാത്രമേ സഹായിക്കുകയുള്ളൂ. എന്തായാലും അതിൽ കാര്യമായിട്ട് ആ പോയിന്റിൽ സുപ്രീം കോടതി ഡിസിഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതൊരു പുതിയ വെൻ്റാണെന്ന് വേണമെങ്കിലും പറയാം. ഇത് മാത്രമാണ് എവിഡൻസ് ആക്ടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. പിന്നെ ചില വളരെ കൊളോണിയലായിട്ടുള്ള ചില സാധനങ്ങൾ മാറ്റി, ക്യൂ എന്നുള്ള വാക്കുകൾ മാറ്റി, ഇംഗ്ലണ്ടിൽ വിദേശ അറ്റോർണീസ്, പവർ ഓഫ് അറ്റോർണീസ്, അങ്ങനെയുള്ള ചില ടോട്ടലി റിഡൻഡൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് മാറ്റി. അല്ലാതെ വേറെ കൺസെപ്റ്റിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇത്രയും മാത്രമേ എവിഡൻസ് ആക്ടിൽ വന്നിട്ടുള്ളൂ. അതായത് 0.5% പോലും മാറ്റം വരുത്തിയില്ല. സബ്ജക്റ്റിന് യാതൊരു വ്യത്യാസമില്ല, സെയിം സാധനം തന്നെ റിമെയിൻ ചെയ്യും. ഇനി CRPC-യിലാണ് സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പ്രസംഗിക്കുന്നത് കേട്ടത്. പക്ഷെ അതിൽ ഒരുപാട് ഇതിനെതിരായിട്ട് ഒരുപാട് എഡ്യൂക്കേഷൻസ് നടക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ ദിവസം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഒരു ഇത് ഇറക്കി. ഉടനെ എഡ്യൂക്കേഷൻ ഉടനെ നടത്തരുത്, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം, വെൽക്കം ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ തന്നെ മാറ്റേഴ്സും ഫയൽ ചെയ്തപ്പോൾ തന്നെ തള്ളി. ആക്ട് വന്നതിന് ശേഷം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ജൂറിസ്റ്റുകളും പത്രക്കാരും മാധ്യമങ്ങളും വക്കീലന്മാരും എല്ലാവരും കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് തർക്കങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്താണ് മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് ഞാൻ പറയാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക എന്തൊക്കെ ഇതിൽ ഇങ്ങനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ അത്ര രൂക്ഷമായിട്ടുള്ള വ്യത്യാസങ്ങളാവുന്നുണ്ട്. പക്ഷെ അക്കാഡമിഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ചില കുഴപ്പങ്ങളുണ്ട്. അത് പ്യൂർലി അക്കാഡമിക് ലൈനിൽ അപ്രോച്ച് ചെയ്യും. പക്ഷെ അത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ച് അല്ല. അവരതിൻ്റെ കൺസെപ്റ്റിനെ സംബന്ധിച്ച് അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്.
പക്ഷെ അതൊന്നും അല്ല പ്രാക്ടിക്കലിൽ നമ്മുടെ പോലത്തെ ട്രയൽ ഹൗസിന് അറിയാം നമ്മൾ എത്രമാത്രം ഇത് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾ തന്നെ പറയുക. ഒന്ന്, ഡെഫിനിഷൻ ക്ലോസിൽ ഈ ബെയിൽ എന്താണ്, ബെയിൽ ബോണ്ട് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു. അതായത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ജഡ്ജ്മെൻറ്റ്സിൽ കൂടി വന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് എടുത്ത് പറഞ്ഞു. എക്സ്പ്ലനേഷൻ, അതിലൊരു ചെറിയൊരു ഇത് വന്നിട്ടുള്ളത് 2L ഒരു എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻസിനെ സംബന്ധിച്ച് ഒരു ഏതെങ്കിലും പുതിയ സ്റ്റാറ്റ്യൂട്ടുകൾ വഴി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോസസ്സ് CRPCയുടെ ജനറൽ പ്രൊവിഷൻസിനെ ഓവർറൈഡ് ചെയ്യും എന്ന് ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. അതിനുശേഷം 210 നമ്മളിപ്പോഴത്തെ 190 പ്രൈവറ്റ് കംപ്ലൈൻറ്റുകൾ കൊടുക്കുന്നതാണ് പുതിയ 210 ഒരു വളരെ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. അതിൽ പറഞ്ഞു ഏതെങ്കിലും കംപ്ലൈൻറ്റുകൾ ഫയൽ ചെയ്യുന്ന ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് ഫയൽ ചെയ്യുന്ന കംപ്ലൈൻറ്റുകളിൽ ഫയൽ ചെയ്യുന്ന ആളെ കംപ്ലൈനൻ്റായിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഇതിലെന്തെങ്കിലും ഒരു സമഗ്രമായിട്ടൊരു മാറ്റം എന്ന് പറയാവുന്നത്. ഇതിനെക്കുറിച്ച് പക്ഷെ ആരും അങ്ങനെ സീരിയസ് ആയിട്ട് തർക്കിച്ച് കണ്ടില്ല. മേ ബി അവരതിൻ്റെ ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. വെച്ചാൽ 2L ഈ ഒരു വളരെ ചെറിയൊരു ഡെഫിനിഷൻ്റെ ക്ലാരിഫിക്കേഷൻ ഏതെങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറയും എന്താണ് അതിൻ്റെ ഡേഞ്ചർ എന്ന് പറയും. ഏതെങ്കിലും പ്രൈവറ്റ് സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റിൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ അത് CRPCയുടെ ജനറൽ പ്രൊവിഷൻസിനെ ഓവർറൈഡ് ചെയ്യും. അതാണ് 2L. 210 പറയുന്നത് ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ അനുസരിച്ച് ഫയൽ ചെയ്യുന്ന കംപ്ലൈൻറ്റിൽ ആരാണ് ഫയൽ ചെയ്യുന്നത് അയാളെ കംപ്ലൈനൻ്റായിട്ട് കണക്കാക്കും. ഇതിനെന്താണ് കുഴപ്പം? അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് PMLA പോലുള്ള സ്റ്റാറ്റ്യൂട്ടുകളിൽ ഫയൽ ചെയ്യുന്ന ആളെ കംപ്ലൈനൻ്റായിട്ട് കണക്കാക്കും. അതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടോ പോലീസ് ഓഫീസറായിട്ടോ കണക്കാക്കില്ല. 2L പറയുന്നത് എന്താ? ഏതെങ്കിലും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണെങ്കിൽ അത് CRPCനെ ഓവർറൈഡ് ചെയ്യും. ഒബ്വിയസ്ലി ആ സമയത്ത് എവിഡൻസ് ആക്ടിനെ ഓവർറൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കോമൺ റീഡിങ്ങിൽ എന്താ? PMLA പോലുള്ള സ്റ്റാറ്റ്യൂട്ടുകളിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്നത് കംപ്ലൈനൻ്റ് ആയിരിക്കും. അയാൾക്ക് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോ പോലീസ് ഓഫീസറോ 173 ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാത്ത ഓഫീസർ ആയതുകൊണ്ട് അയാൾക്ക് കൺഫ്യൂഷൻ റെക്കോർഡ് ചെയ്യാം, അയാൾക്ക് തോന്നിയ പോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, അയാൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ആ സ്റ്റാറ്റ്യൂട്ട് പെർമിറ്റ് ചെയ്യുന്ന വിധത്തിൽ എന്തും ചെയ്യാം. എന്ത് ചെയ്താലും അത് CRPCനെ ഓവർറൈഡ് ചെയ്യും. CRPCയുടെ യാതൊരു പ്രൊട്ടക്ഷൻസും ഇനി മുതൽ ഇതൊരു സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകളിൽ വരുന്ന കംപ്ലൈൻറ്റുകൾ ഉണ്ടാവില്ല. ഇത് മാത്രമാണ് ഇതിലൊരു ഡ്രക്കോണിയൻ ചേഞ്ച് എന്ന് പറയാവുന്നത്. അതായത് മറ്റൊന്നും കൊണ്ടല്ല, ചില സ്റ്റാറ്റ്യൂട്ടുകൾ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പരാതിയുള്ള സിറ്റുവേഷൻസ് സംബന്ധിച്ചാണ്. ഞാൻ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചല്ല, ഗവൺമെൻറ്റുകൾ മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ലെജിസ്ലേഷൻസ് വഴി CRPCയിലെ ജനറൽ പ്രൊവിഷൻസിൻ്റെ ഓവർറൈഡ് ചെയ്യാനുള്ള ചാൻസ് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ആയിക്കൊണ്ടിട്ടുള്ള ഡേഞ്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഇതാരും അങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു കണ്ടില്ല. ഇൻക്ലൂഡിങ് ഞാൻ പലരുടെ സ്പീച്ചസ് ഒക്കെ കണ്ടു, ഇന്ദിര ജയസിംഗിൻ്റെ കണ്ടു, കപിൽ സിബലിൻ്റെ കണ്ടു. പക്ഷെ അവരാരും ഇതിനെക്കുറിച്ച് പറഞ്ഞു കണ്ടില്ല. ഇതാണ് ഇതിൽ ആയിക്കൂടി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഏക സിറ്റുവേഷൻ. അത് അസ്യൂമിങ് ദാറ്റ് അത് മിസ്യൂസ് ചെയ്യുന്നതല്ല. പക്ഷെ ഒരിക്കലും നമുക്കറിയാം, ഒരു സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കുമ്പോൾ പാർലമെൻറ്റ് ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് മിസ്യൂസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ ഉള്ള സ്റ്റാറ്റ്യൂട്ട് മിസ്യൂസ് ചെയ്യുമെന്നോ നമുക്കൊരിക്കലും അപ്രിഹെൻഡ് ചെയ്യാൻ പാടില്ല. അപ്രിഹെൻഷൻ അസ്ഥാനത്തുള്ള അപ്രിഹെൻഷനാണ്. മാത്രമല്ല അതിനു വേണ്ടിയാണ് നമുക്ക് കോടതികളുള്ളത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസ് വന്നാൽ അത് കോടതികളുടെ ചെക്കിനകത്ത് നിൽക്കുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഇതിൽ ഒരു ഹിഡൻ ഡേഞ്ചർ എന്ന് പറയാവുന്നത് അല്ലെങ്കിൽ ഒരു മിസ്യൂസിന് ഏതെങ്കിലും ചാൻസ് ഉള്ളത് ഈ ഒരു സെക്ഷൻ മാത്രമാണ്. പിന്നെ പുതിയതായിട്ട് കോടതികൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് സെഷൻസ് കോർട്സ് ഒഴിവാക്കി. അപ്പോൾ ഇനി സബ് കോടതിയിൽ പോയിട്ട് ട്രയൽ നടത്തേണ്ടി വരില്ല. ഇപ്പോഴത്തെ പെൻഡിങ് ട്രയൽസ് ഇപ്പോൾ നടക്കും. സബ് കോടതിയിൽ ട്രയൽ നടത്തേണ്ടി വരില്ല. സെഷൻസ് കോടതിയിൽ പോയി മാന്യമായിട്ട് ട്രയൽ നടത്താം. മറ്റേ സിവിൽ EP ഒക്കെ വിളിച്ച് കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. അതാണ് ആയിക്കോട്ടെ ഗുണം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ അറസ്റ്റിനെ സംബന്ധിച്ച് ബാക്കിയുള്ള മിക്കവാറും എല്ലാ പ്രൊവിഷൻസും പോലീസ് ഓഫീസേഴ്സിനെ സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെ വക്കീലിനെ ബാധിക്കുന്ന കാര്യമല്ല. അറസ്റ്റിനെ സംബന്ധിച്ച് 3 വർഷത്തിന് താഴെ ഉള്ള കേസുകളിലാണെന്നുണ്ടെങ്കിൽ DYSPയുടെ പെർമിഷൻ മേടിക്കണം. 60 വയസ്സിൻ്റെ മുകളിലുള്ള ആളെയോ ഇൻഫോമായിട്ടുള്ള ആളെയോ അറസ്റ്റ് ചെയ്യുന്നതിന് DYSPയുടെ പെർമിഷൻ മേടിക്കണം.
അറസ്റ്റ് ഇൻഫോം ചെയ്യുന്നു, അറസ്റ്റിൽ പറയുന്ന ആരെങ്കിലും വേണമെങ്കിൽ ഇൻഫോം ചെയ്യാം. അതായത് ഫ്രണ്ടിനെയോ റിലേറ്റീവിനെയോ ഇൻഫോം ചെയ്യണം നിർബന്ധമില്ല. എന്തുകൊണ്ടായിരിക്കും അവർ മാറ്റം വരുത്താൻ കാര്യം? എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പറയാം ഭാര്യനെ അറിയിക്കരുത് കേട്ടോ എന്ന് പറയാം. ഭാര്യനെ അറിയിക്കരുത് എന്തിനാ? അങ്ങനത്തെ കേസിലാണ് എന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലോ ഗാംബ്ലിങ്ങിലോ പ്രോസ്റ്റിറ്റ്യൂഷനിലൊക്കെ പറയാൻ പിടിക്കുകയാണെങ്കിൽ പറയാം ഭാര്യനെ അറിയിക്കരുത്, നമ്മുടെ ഫ്രണ്ടിനെ അറിയിച്ചാലെന്ന് പറയാം. അപ്പോൾ അത് വളരെ മാന്യമായിട്ടുള്ള ഒരു മാറ്റമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പോലീസ് കൺട്രോൾ റൂംസ് എല്ലാ ജില്ലയിലും കൊണ്ടുവരണം. ഒരു ഡെസിഗ്നേറ്റ് പോലീസ് ഓഫീസറിൻ്റെ ASI റാങ്കിലുള്ള മുകളിലുള്ള ഒരാളെ അതിന് ഡെസിഗ്നേറ്റ് ചെയ്യണം. പിന്നെ അറസ്റ്റിൻ്റെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യണം, ഡിജിറ്റൽ മോഡിൽ എല്ലാം ആക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ല. അടുത്ത ഹാൻഡ് കഫിങ് ആണ് ഇൻക്ലൂഡിങ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഗോപാൽ മോഹൻ സാർ അടക്കം എല്ലാ ജൂറിസ്റ്റുകളും ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത് ഹാൻഡ് കഫിങ്ങിനെ സംബന്ധിച്ചാണ്. സുനിൽ ബത്ര കേസിനെതിരാണ്, 80 സുപ്രീം കോർട്ടിനെതിരാണ്, 70 സുപ്രീം കോർട്ടിനെതിരാണ്, സ്വാമിയുടെ ജസ്റ്റിസ് കൃഷ്ണയുടെ ജഡ്ജ്മെൻറ്റിനെതിരാണ്. ഇതൊക്കെയാണ് ജൂറിസ്റ്റുകളുടെ തർക്കം. പക്ഷേ അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഹാൻഡ് കഫിങ് സീരിയസ് ഒഫൻസസിൽ മാത്രമേ ഉള്ളൂ. അതായത് ഹാബിച്വൽ ഒഫൻഡേഴ്സ്, റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ്, എസ്കേപ്പ് കൺവിക്ട്സ്, ഓർഗനൈസ് ക്രിമിനൽസ്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ, ഡ്രഗ്സ്, ആംസ് ഡീലേഴ്സ്, എമ്യൂണേഷൻ, മർഡർ, റേപ്പ്, ആസിഡ് അറ്റാക്ക്, കൗണ്ടർ ഫിറ്റിംഗ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പോക്സോ, ഒഫൻസ് അഗെയിൻസ്റ്റ് സ്റ്റേറ്റ്. ഇത്രയും സാധനങ്ങൾ ചെയ്യുന്ന ആളുകളെ ഹാൻഡ് കഫ് ചെയ്യാന്നാണ് പറയുന്നത്. അതിനെന്താ കുഴപ്പം? അതിനെന്തെങ്കിലും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന് ചെറിയൊരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ ഇത് ഒഫൻസ് സ്പെസിഫിക് ആണ്. അതിന് വേറെ സബ്ജക്ട് സ്പെസിഫിക് ആക്കേണ്ടതായിരുന്നു. ഇപ്പോൾ സപ്പോസ് ഇപ്പം ഞങ്ങൾ നടത്തിയൊരു കേസിൽ പോക്സോ കേസാണ്, ചോദിച്ചാൽ പോക്സോ കേസാണ്. അതിൽ അലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിലെ മാഷ് ഒരു പെൺകുട്ടിയുടെ തലയിൽ തൊട്ടു, തട്ടവിട്ട പെൺകുട്ടിയുടെ തലയിൽ തൊട്ടു എന്നാണ് ക്ലാസ് എടുത്തിട്ടിരിക്കുന്ന സമയത്ത് തലയിൽ തൊട്ടു. അപ്പോൾ സെക്ഷൻ ഇൻഡക്റ്റിലൊക്കെ പറഞ്ഞ് കുറച്ച് കമ്മ്യൂണിറ്റിയൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്ത് അവസാനം ഇദ്ദേഹത്തെ പിടിച്ച് പോക്സോ കേസിൽ പറഞ്ഞു ചെയ്തു. അപ്പോൾ അയാളെ വരെ വേണമെങ്കിൽ ഹാൻഡ് കഫ് ചെയ്ത് കൊണ്ടുപോകാം ഇഫ് യു ഗോ ബൈ ദ ലെറ്റേഴ്സ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട്. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഇത്രയും സാധനങ്ങളിൽ പെട്ട ആൾക്കാരെ കൊണ്ടുപോകാൻ ഹാൻഡ് കഫ് ചെയ്യാമെങ്കിൽ പോലും അത് ഒരിക്കലും അങ്ങനെ മിസ്യൂസ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അത് പേഴ്സൺ ഓറിയൻറ്റഡ് ആയിരിക്കും. ഇതിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് ഹാൻഡ് കഫ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ ഈ പ്രൈവറ്റ് പേഴ്സണാണ് അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് വിതിൻ 6 hours പോലീസിൽ കൊണ്ടുപോയി കൊടുക്കണം. നേരത്തെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുപോകുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ തവണ വേണമെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താം. എനി പോലീസ് ഓഫീസർ ക്യാൻ ഗീവ് എ റിക്വസ്റ്റ് ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ. നേരത്തെ IO മാത്രമേ കൊടുക്കാൻ പറ്റുള്ളായിരുന്നു. അത് എനി പോലീസ് ഓഫീസർ IO ആരെങ്കിലും IO കൂടെ പോകുന്ന കോൺസ്റ്റബിളിന് വേണമെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ റിക്വസ്റ്റ് കൊടുക്കാം. പക്ഷെ അതും എങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത് ഇപ്പോഴും ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതിൽ സെക്കൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ പോസിബിൾ ആണ്. അതിൽ ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി അതിന് എലാബറേറ്റ് ആയിട്ടുള്ള സംവിധാനം നമ്മൾ നേരത്തെ 105 നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. അത് 116 മുതൽ 122 വരെയുള്ള സെക്ഷനുകളിലേക്ക് നമ്പർ ചെയ്തു. അതൊക്കെ കൊണ്ടാണ് നമ്പറുകളിൽ മാറ്റം വരുന്നതുകൊണ്ടാണ് CRPC നമ്പറുകൾ കൂടാൻ കാരണമാണ്. അങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തു. ഈ അറ്റാച്ച്മെൻറ്റ് പ്രോപ്പർട്ടി അതിനുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നു. പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൽ നിന്നോ കുറ്റം ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ കുറ്റത്തിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗാങ് ഓഫ് ഓർഗനൈസ് ക്രിമിനൽസ് അവരൊരു പ്രോപ്പർട്ടി ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇതൊരു കുറ്റമാണ്. പക്ഷേ അവരെ പേടിച്ചിട്ട് ഒരാൾ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പുതിയ ലാൻഡ് ഡീലറാണെന്ന് വിചാരിക്കുക, ഞാൻ പ്രോപ്പർട്ടി വാങ്ങുകയാണ്. ആ പ്രോപ്പർട്ടിയുടെ അടുത്ത് ഇവരുടെ ചില ആക്ടിവിറ്റീസ് ഭയം തട്ട് ഞാൻ അവർക്ക് കൊണ്ട് പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ ആ ഒരു ഗ്യാങ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ലാൻഡ് ഗ്രാബേഴ്സ് എന്നുള്ള നിലയ്ക്ക് അവരുടെ പവർ അല്ലെങ്കിൽ ഇല്ലാത്ത പവേഴ്സ് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കിട്ടുന്ന പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈമോ വേണമെങ്കിൽ ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് അതിൽ നടപടിയെടുക്കാം. അതാണ് ഒരു സ്വാഗതാർഹമായിട്ടുള്ള മാറ്റമാണ്. ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ പോലത്തെ ആളുകൾ നമുക്കറിയാം, അവരുടെ പ്രോപ്പർട്ടീസ് ഫോർഫീറ്റ് ചെയ്യാനായിട്ട് എല്ലാ സ്റ്റാറ്റ്യൂട്ടുകളിലും അതിൽ പെർമിസിബിൾ അല്ല, എല്ലാ ഒഫൻസിലും പെർമിസിബിൾ അല്ല. പക്ഷേ ഈ പുതിയ സ്റ്റാറ്റ്യൂട്ട് വന്നതിന് ശേഷം ആരുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ഫോർഫീറ്റ് ചെയ്യാം. അതാണ് ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു നടപടി. പിന്നെ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട്. അടുത്തത് FIR. അപ്പോൾ ഇത്രയും ഭാഗത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ സംബന്ധിച്ച് പോലീസ് ഓഫീസേഴ്സിനെ സംബന്ധിച്ചുള്ള ഭാഗമാണ്. ഇപ്പോൾ ഇതിൽ ഈ പറഞ്ഞ മാറ്റങ്ങളിൽ നമ്മുടെ മാത്രമല്ല ഒരാളെയും സീരിയസ് ആയിട്ട് ഒരാളുടെ റൈറ്റിനെ ബാധിക്കുന്ന യാതൊരു മാറ്റങ്ങളും വന്നിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്തത് FIR-ൽ പുതിയൊരു സംവിധാനം കൊണ്ടും 0 FIR രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇത് ഒരുപാട് നാളെ സുപ്രീം കോർട്ടൊക്കെ പെർമിറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രാക്ടീസ് ഇല്ല. ഒന്നാമത്തെ പോലീസിലേക്ക്
വ്യക്തമായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരു ജൂറിസ്ഡിക്ഷൻ നോക്കേണ്ട കാര്യമില്ല, ലോക്കൽ ജൂറിസ്ഡിക്ഷൻ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഒഫൻസ് നടന്നാൽ ഈ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ വേണ്ട എവിടെ ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും നമുക്ക് FIR കൊടുക്കും, ഇൻഫർമേഷൻ കൊടുക്കാം. ഇൻഫർമേഷൻ കൊടുത്താൽ അത് 0 FIR ആയിട്ട് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. അത് ചില ഈ നോർത്ത് ഇന്ത്യയിലൊന്നും ചില പ്രമാദമായ കേസുകളുണ്ട്, അതായത് ചില റേപ്പ് കേസുകളായിട്ട് ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ആ പോലീസിൽ കംപ്ലയിൻറ്റ് എടുത്തില്ല എന്നൊരു തർക്കം ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് അതിനുശേഷമാണ് ഈ 0 FIR വേണം എന്നുള്ളൊരു ഇത് വന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ എറണാകുളത്തൊരു സംഭവം ഉണ്ടായി. സംഭവം നടന്നത് മറ്റൊരു രാജ്യത്ത് വെച്ചിട്ടാണ്, ഒരു ഗൾഫ് കൺട്രിയിൽ വെച്ചിട്ട് ഒരു ഈജിപ്ഷ്യൻ ലേഡീനെ ഒരു ഗൾഫ് കൺട്രിയിൽ വെച്ചിട്ട് 2 ഇന്ത്യൻസ് റേപ്പ് ചെയ്തു. 2 സൗത്ത് ഇന്ത്യയിൽ സ്റ്റേറ്റുകളുടെ പേരെന്ന് പറയുന്നത്, സൗത്ത് ഇന്ത്യയിലുള്ള 2 ആളുകൾ അവരുടെ ഫ്രണ്ടായിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ ലേഡീനെ ഗൾഫ് കൺട്രിയിൽ വെച്ച് റേപ്പ് ചെയ്തു. അവരുടെ ബോയ് ഫ്രണ്ട് കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ബോയ് ഫ്രണ്ടാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. അയാൾ മലയാളിയാണ്, അയാളെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഒരു ആൽക്കഹോൾ ഇൻവോൾവ് ആയിട്ടൊരു പാർട്ടിയായിട്ട് ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ യൂസ് ആയിട്ടുള്ളൊരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒഫൻസ് നടക്കുന്നത്. അപ്പോൾ ആ ഗൾഫ് രാജ്യത്ത് അത് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചില എളുപ്പമല്ല. ചിലത് ഈ ഡ്രഗ് അബ്യൂസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഡ്രഗിൻ്റെ യൂസ് ഉള്ളതുകൊണ്ട് ഈ വിക്ടിമിനെ വരെ സോക്കോൾഡ് വിക്ടിമിനെ വരെ അവർ പ്രോസിക്യൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ജയിലിലടക്കാൻ സാധ്യതയുണ്ട്, ശരിക്കുള്ള സംഭവം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പ്രാക്ടിക്കലായിരുന്നില്ല. അപ്പോൾ അത് ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എറണാകുളത്ത് FIR ലോഡ്ജ് ചെയ്തു. പക്ഷേ പോലീസുകാർ കുറച്ച് ദിവസം വെച്ചോണ്ടിരുന്നു, 3-4 ദിവസം വെച്ചോണ്ടിരുന്നു. അതവർക്ക് സംശയം ഉണ്ടായിരുന്നു. ചില ഗൾഫ് രാജ്യത്ത് നടന്ന കേസിൽ ഇന്ത്യയിൽ, അതും സൗത്ത് ഇന്ത്യയിൽ കേരളത്തിലല്ലാത്ത പ്രതികൾക്കെതിരെ കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് പറ്റും, അതിന് സംശയമൊന്നുമില്ല. വേറെ ഒരു ഹീസ് ഫൗണ്ട്, അയാൾ ഇന്ത്യൻ ലോയ്ക്ക് സബ്ജക്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺ, ലോകത്തിൽ എവിടെ വെച്ച് ക്രൈം നടന്നാലും വേറെ ഒരു ഹീസ് ഫൗണ്ട് ഈ ക്യാൻ ബി പ്രോസിക്യൂട്ടഡ്. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ എറണാകുളത്ത് കൊടുത്തു. നെടുമ്പാശ്ശേരി പോലീസിൽ രജിസ്റ്റർ വെച്ചാൽ അവർ ആ കുട്ടി വന്ന് ഇറങ്ങിയത് ലാൻഡ് ചെയ്ത് നെടുമ്പാശ്ശേരിയിലാണ്. നെടുമ്പാശ്ശേരിയിൽ ക്രൈം രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ കൺസൾട്ട് ചെയ്ത ശേഷം ആ ബോയ് ഫ്രണ്ട് താമസിക്കുന്ന ജില്ലയിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടെയാണ് അവിടുത്തെ DYSP ആണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്ന ആൾ അല്ലെങ്കിൽ എയർപോർട്ടിൽ ഏതെങ്കിലും എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആൾക്ക് അവിടെ ലോഞ്ച് ചെയ്യും. ആദ്യം കാണുന്ന സ്ഥലത്ത് എൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മെഡിക്കൽ എക്സാമിനേഷൻ വേണം. വിതിൻ 24 hours ആ കുട്ടി തിരിച്ച് ലാൻഡ് ചെയ്തു, ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു, കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് തന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ആവശ്യമായിരുന്നു. ഈ ഡ്രസ്സ് പ്രിസർവ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഡിലേക്ക് യാതൊരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ 0 FIR-ന് റിലവൻസ് ഉണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പറ്റും. രജിസ്ട്രേഷന് ഇപ്പോൾ ലീഗലി പെർമിസിബിൾ ആക്കി. പിന്നെ ഇലക്ട്രോണിക് മീൻസ് വഴി എടുക്കാനായിട്ടുള്ള സംവിധാനം കൊണ്ടുവന്നു. അപ്പോൾ അത് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് 2 തരത്തിലാണ് പറയുന്നത്. ഒന്നെങ്കിൽ ഓറൽ അല്ലെങ്കിൽ ത്രൂ ഇലക്ട്രോണിക് മീൻസ്. എന്തുകൊണ്ടോ റിട്ടേൺ കംപ്ലയിൻറ്റുകളത് ബൈ മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് റിട്ടേൺ കംപ്ലയിൻറ്റ് എന്തോ വിട്ടുപോയതായിരിക്കും. ഇതിൽ ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് മീൻസിൽ കൂടി വേണം നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കാം. ഇമെയിൽ കൊടുക്കാം, വാട്സാപ്പ് കൊടുക്കാം, വോയിസ് മെസ്സേജ് അയക്കാം, എങ്ങനെയാണെങ്കിലും അത്. അങ്ങനെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് വരുന്നതിൽ വിതിൻ 3 days ഈ കംപ്ലയിൻറ്റ് ഇൻഫോർമേറ്റ് കൊണ്ട് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് FIRs ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സപ്പോസ് നമ്മൾ ഞാനൊരു മർഡർ കേസാണ് ആയിരിക്കും, അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഞാൻ കാണുകയാണ്. ഞാൻ അപ്പോൾ തന്നെ പോലീസിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ പോയി ചില പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അസൈലൻസിനെ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലായിരിക്കും. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ഒപ്പിടുന്നത് വരെ ഈ പോലീസ് ഓഫീസർ വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല. പോലീസ് ഓഫീസർക്ക് ഓൺ ഇൻഫർമേഷനോ ഈവൺ ഓൺ സസ്പീഷൻ പോലീസ് ഓഫീസർക്ക് FIR രജിസ്റ്റർ ചെയ്യാം. അതൊരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ് കിട്ടുന്നെങ്കിൽ പോലും ഈ സിഗ്നേച്ചർ വെയിറ്റ് ചെയ്യാതെ അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അവിടെ ചെറിയൊരു ലാക്കൂടെയുണ്ട്. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ ഫോഴ്സ് ചെയ്യാതെയാണ് അത് ആ ഭാഗം ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് FIR ലോഡ് ചെയ്യാം. ഇതാണ് FIRസിൽ ഇൻഫർമേഷനെ സംബന്ധിച്ചുള്ള 2 ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ കുറേ കൂടി വിക്ടിം ഓറിയൻറ്റഡ് ആക്കി വിക്ടിമിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ഒന്നുകൂടി ഫോർട്ടിഫൈ ചെയ്തു. നേരത്തെ നമുക്കിപ്പോൾ ഇതനുസരിച്ച് FIRs കൊടുക്കുന്ന ആൾക്ക് മാത്രമേ എൻ്റെ കോപ്പി കൊടുത്താൽ മതി. FIRs കൊടുക്കുന്ന വിക്ടിം അല്ലെങ്കിൽ ഇപ്പോൾ വിക്ടിമിൻ്റെ കോപ്പി കിട്ടും. അതാണ് ഒരു മാറ്റം വന്നിട്ടുള്ളത്.
അതൊരു 3 to 7 years എന്നുണ്ടെങ്കിൽ SHO എല്ലാ സ്റ്റേജിലും ഇയാൾ വിക്ടിമിനെ അറിയിക്കണം, വിക്ടിമിൻ്റെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കണം, എല്ലാത്തിൻ്റെയും കോപ്പി കൊടുക്കണം. അങ്ങനെ കുറേ മാറ്റങ്ങൾ, കുറേ വിക്ടിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നു. സെക്ഷൻ 360, പുതിയ 360 നമ്മളിപ്പോഴത്തെ വിഡ്രോവൽ 321 വിഡ്രോവലിൻ്റെ സമയത്ത് വിക്ടിമിന് റൈറ്റ് ടു ബി ഹേർഡ് ഉണ്ട്. ഇപ്പോൾ വിക്ടിമിനെ കേൾക്കേണ്ട ഏറ്റവും ആസ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ് നമ്മൾ വിക്ടിമിനെ നോട്ടീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആക്കി മാറ്റി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് സെക്ഷൻ 210 പ്രൈവറ്റ് കംപ്ലൈൻറ്റിൻ്റെ സമയത്ത് എനി കംപ്ലൈൻറ്റിൻ്റെയും കൂടി അതിൽ ചേർത്തു. അതിൻ്റെ നേരത്തെ പറഞ്ഞ അതിൻ്റെ റിസ്ക് ഇതാണ്, പ്രൈവറ്റ് സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടുകൾ വഴി വരുന്ന കംപ്ലൈൻറ്റുകളിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുന്ന ആൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ട് കണക്കാക്കില്ല. അപ്പോൾ അയാളുടെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ പറ്റും. CRPCയിലുള്ള പ്രൊട്ടക്ഷൻസ് ഓവർലുക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമാണ് അതിൽ ആ ഭാഗത്തിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. സെക്ഷൻ 218 സാങ്ഷൻ ഫോർ പ്രോസിക്യൂഷൻ പുതിയതായിട്ട് ഇത് കൊണ്ടുവന്നു. അതായത് പബ്ലിക് സർവീസിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട്, പോലീസ് ഓഫീസേഴ്സ് പോലീസ് സ്റ്റേഷനിൽ വെച്ചോ അല്ലെങ്കിൽ പുറത്ത് വെച്ചോ നമ്മുടെ കക്ഷികളേക്ക് ഉപദ്രവിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് സാങ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 197 സാങ്ഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ളത്. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ചിട്ട് സാങ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 120 ദിവസത്തിനുള്ളിൽ റെഫ്യൂസ് ചെയ്യാം. ഗവൺമെൻറ് റെഫ്യൂസ് ചെയ്യാം. 120 ദിവസത്തിനുള്ളിൽ റെഫ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാങ്ഷൻ കിട്ടിയതായിട്ട് കണക്കാക്കും. അപ്പോൾ ഇപ്പോൾ ഈ പ്രൈവറ്റ് പ്രോസിക്യൂഷൻസ്, എസ്പെഷ്യലി പോലീസ് ഓഫീസേഴ്സിൻ്റെ പ്രോസിക്യൂട്ടേഴ്സ് സിറ്റുവേഷൻസിൻ്റെ കുറച്ചുകൂടി ഈസിയായി, കംപ്ലൈൻറ്റ് സംബന്ധിച്ച് കുറച്ചുകൂടി ഈസിയായി. അതും വിക്ടിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. അതിൽ മറ്റൊരു മാറ്റം, കോഗ്നിസൻസ് എടുക്കുന്നതിന് മുൻപ് തന്നെ പ്രതിക്ക് നോട്ടീസ് കൊടുക്കും. അതും ഒരുപാട് ജൂറിസ്റ്റുകൾ തർക്കിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവരുടെ എല്ലാം തർക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഗ്നിസൻസ് എന്നുള്ള വാക്കിനെ സംബന്ധിച്ചാണ്. കോഗ്നിസൻസ് എടുത്തതിന് ശേഷം മാത്രമേ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയല്ല, ഞാൻ നേരത്തെ വിക്ടിം എന്നാണ് പറഞ്ഞ സംശയം, പ്രതിക്ക് നോട്ടീസ് കൊടുക്കുന്നത് കോഗ്നിസൻസ് എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഒരു വ്യത്യാസം മാത്രമേ വരാനുള്ളൂ. കൺസെപ്റ്റിൽ കോഗ്നിസൻസ് എന്നുള്ള വാക്കിന് വ്യത്യാസം വരും. ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കോഗ്നിസൻസ് ആണോ അല്ലെങ്കിൽ പ്രതിയെ കൂടി കേട്ടതിന് ശേഷമാണ് കോഗ്നിസൻസ് എടുക്കുന്നത് എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു ഹൈപ്പർ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു തിയറട്ടിക്കൽ ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കലായിട്ട് നമ്മളെ സംബന്ധിച്ച്, പ്രതികളെ സംബന്ധിച്ച് ഒരു ചാൻസ് കിട്ടും. വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രൈവറ്റ് കംപ്ലൈൻറ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ചാൻസ്, എനിക്കെതിരെ കോഗ്നിസൻസ് എടുക്കരുത്, എനിക്കെതിരെ ചാർജ് ഫ്രെയിം ചെയ്യാൻ പാടില്ല എന്ന് പറയാനായിട്ട് ഒരു ചാൻസിനും കൂടി, ഒരു പടി കൂടി മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ തർക്കിക്കുന്നത് നമ്മളിപ്പോഴത്തെ 167, അത് 187 മാറ്റിയിട്ടുണ്ട്. 167 60 days or 90 days, അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രൊസീജിയർ. ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷ കൊടുക്കണം. 15 ദിവസം കഴിഞ്ഞാൽ അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. പുതിയ നിയമം അനുസരിച്ചിട്ട് ആദ്യത്തെ 40 ദിവസം വരെ പോലീസ് കസ്റ്റഡിക്ക് അപേക്ഷ കൊടുക്കാം. അതിലാണ് ഏറ്റവും കൂടുതൽ തർക്കം വന്നിട്ടുള്ളത്. പക്ഷേ അതിൽ 2 സേഫ് ഗാർഡുണ്ട്. ഒന്ന്, ഈ 40 ദിവസത്തിനുള്ളിലാണെങ്കിലും ടോട്ടൽ പീരീഡ് 15 ദിവസം മാത്രമാണ്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കപിൽ സിബലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 60 ദിവസം വരെ അല്ലെങ്കിൽ 40 ദിവസം വരെ കസ്റ്റഡി കൊടുക്കാനാണ്. അങ്ങനെയല്ല, കസ്റ്റഡിയുടെ മാക്സിമം പീരീഡ് ഇപ്പോൾ 15 days തന്നെയാണ്. പക്ഷേ അത് ആദ്യത്തെ 15 ദിവസം കൊടുക്കണമെന്നില്ല. ഒഫൻസിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് അതിന് ശേഷം വേണമെങ്കിൽ കൊടുക്കാം, അപ് ടു 40 days കൊടുക്കാം. ഇത് മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. ഇത് മാറ്റം വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർ സ്റ്റേറ്റ് റാമിഫിക്കേഷനുള്ള ഡ്രഗ് കേസുകൾ, കൗണ്ടർ ഫീറ്റ് കേസുകൾ, സൈബർ ക്രൈംസ്, അങ്ങനെയുള്ള കേസുകളെല്ലാം ഈ ആദ്യത്തെ 15 ദിവസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ള പ്രാക്ടിക്കലല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു സൈബർ ക്രൈമിൽ ഏതാണ്ട് 30,000-ഓളം അക്കൗണ്ടുകളാണ് ഫോൾസിഫൈ ചെയ്തത്. ഈ 30,000 അക്കൗണ്ടുകൾ ഫോൾസിഫൈ ചെയ്ത് ഓരോ അക്കൗണ്ടുകൾ കണ്ടുപിടിച്ച് അതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്തിട്ട് ആദ്യത്തെ 15 ദിവസത്തിൽ ചോദ്യം ചെയ്തെന്ന് വെച്ചാൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ ഏതാണ്ട് ഒരു ദിവസം 200 കേസ് എന്ന് വെച്ചാൽ നോക്കേണ്ടി വരും. അതൊന്നും പ്രാക്ടിക്കലല്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഇൻ്റർ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇപ്പോൾ ഡ്രഗ് കേസുകൾ നോക്കാം. ഇപ്പോൾ ഡാർക്ക് നെറ്റ് വഴി മേടിക്കുന്നത് അത് എവിടെ നിന്നാണ് ജനറേറ്റ് ചെയ്തത്, ഏത് ലാപ്ടോപ്പിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്ന പോലെ കണ്ടുപിടിക്കാനായിട്ട് ചിലപ്പോൾ ദിവസങ്ങളെടുക്കും. അതുപോലെ ഇപ്പോൾ അവസ്ഥ അനുസരിച്ചിട്ട് പ്രതിയുടെ കയ്യിൽ ഫോണില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. പ്രതി കുറ്റം ചെയ്യുകയും കുറ്റത്തിന് ശേഷം ഫോൺ ഉപയോഗിക്കുകയും ചെയ്തില്ലെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. ഈ ഫോൺ ട്രാക്ക് ചെയ്ത് ഒരാളെ ട്രേസ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഈ പറഞ്ഞ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതാണ്. അതിൽ ഒന്നിൽ കൂടുതൽ പ്രതികളുള്ള കേസ്, ഒരാളെ അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത ആളെ കിട്ടുന്നത്. അപ്പോൾ ഈ പ്രതികൾ ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ്, ഇതുപോലെ ഒരുപാട് മാഗ്നിറ്റ്യൂഡുള്ള കൂടുതലുള്ള ക്രിമിനൽ കേസുകൾ, അങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം കസ്റ്റഡി, അത്രയും ദിവസത്തിനുള്ളിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാമെന്നുള്ള വന്നിട്ടുള്ളത്.
പക്ഷെ അതേ സമയത്ത് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ്റെ സെക്ഷൻ 482 ആണെന്ന് എനിക്ക് തോന്നുന്നു, 480, 81, 82 ആ ഭാഗത്താണ് പുതിയ ബെയിൽ ആപ്ലിക്കേഷൻസ് വരുന്നത്. അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഈ ബെയിൽ ഡിനേ ചെയ്യാനായിട്ട് ഇതൊരു കാരണമാവില്ല. അപ്പോൾ ഇവരുടെ അപ്രിഹെൻഷൻ അതാണ്, ജുഡിഷ്യൽ അപ്രിഹെൻഷൻ അതാണ്, പോലീസ് ഓഫീസർക്ക് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കുക. നമ്മൾ 15 ദിവസം കഴിയുമ്പോൾ 15-ാമത്തെ ദിവസം നമ്മൾ കൊണ്ട് കസ്റ്റഡി നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അന്ന് വേണമെങ്കിൽ പോലീസ് ഓഫീസർ കൊണ്ടുപോയിട്ട് കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് പറയാം കസ്റ്റഡി വേണമെന്ന് പറയും. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കോടതി നോക്കണോ ഇത്രയും ദിവസം എന്തുകൊണ്ട് കൊടുത്തില്ല, ഇത് മനഃപൂർവ്വം ഡിലേ ചെയ്യിക്കാനാണ് കൊടുക്കാതിരുന്നതെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിന് ബെയിലിൻ്റെ പ്രൊവിഷനിൽ തന്നെ ഒരു സേഫ് ഗാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ മിസ്യൂസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, മിസ്യൂസിന് സ്കോപ്പ് ഉണ്ട്. പക്ഷെ അത് അപ്പോഴും നമ്മളത് എല്ലാം കോടതിയുടെ ചെക്കിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ കോടതിയിൽ നമുക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം ഇത് കോടതികൾ മിസ്യൂസ് ചെയ്യില്ലാന്നും കോടതികളത് നോക്കിക്കണ്ട് ചെയ്യും എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. പിന്നെ ഇത് ഡിസ്ചാർജ്, ഫ്രെയിമിംഗ് ഓഫ് ചാർജസ്, അതിനെല്ലാം ടൈം ബൗണ്ട് ആക്കി, അതെല്ലാം സ്പീഡ് ഡിസ്പോസലിൻ്റെ ഭാഗമായിട്ടാണ്. ഫോർ എക്സാമ്പിൾ സെഷൻസ് കേസിലാണെങ്കിൽ ഡിസ്ചാർജ് 60 ഡേയ്സിനുള്ളിൽ ഡിസ്ചാർജ് ഫയൽ ചെയ്യണം. അതിനുശേഷം അതിന് തീരുമാനമായി കഴിഞ്ഞാൽ 60 ദിവസത്തിനുള്ളിൽ ചാർജ് ഫ്രെയിം ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങളെല്ലാം വളരെ സ്പീഡാക്കണമെന്നാണ് 60 ദിവസം എന്നൊക്കെ വേണ്ടി പറയുന്നത്. പക്ഷെ അതൊന്നും നമുക്കറിയാം, അതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോക്സോ കേസ് ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ കുട്ടികളെ വിസ്തരിക്കണം, 1 വർഷത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണം. റേപ്പ് കേസുകൾ 6 months, എല്ലാത്തിലും ടൈം ബൗണ്ടാണ്, സ്റ്റാറ്റ്യൂട്ടറി ടൈം ബൗണ്ടാണ്. പക്ഷേ ഒരിക്കലും നമ്മളുടെ നാട്ടിലത് പ്രാക്ടിക്കൽ അല്ല. പിന്നെ എന്തിനാണ് ഇത് വെക്കുന്നത്, എന്തിനാണ് ടൈം വെക്കുന്നത്? ജസ്റ്റ് ഒരു റിമൈൻഡറാണ്. സ്റ്റാറ്റ്യൂട്ടുകളെ സംബന്ധിച്ച് കോടതികളെ അലർട്ട് ചെയ്യുന്നതാണ്. ആ റിമൈൻഡർ എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ ടൈം ഗൈഡ് ലൈൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എല്ലാത്തിലും ഓരോരോ ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കംപ്ലൈൻറ്റ് കേസുകളിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്യൂസേഷൻ ടു ബി റെഡ് 251 അതിന് പകരം അതുകൊണ്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞു അങ്ങനെയുള്ള കേസുകൾ ചാർജ് വായിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള കുറച്ച് ആ ചാർജിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു. എക്സ്പെർട്ട് എവിഡൻസിലാണ് 7 വർഷത്തിന് മുകളിലുള്ള കേസുകളിലെല്ലാത്തിലും ഫോറൻസിക് എക്സ്പെർട്ടിൻ്റെ ഹെൽപ്പ് മേടിക്കണം എന്ന് പറഞ്ഞു. അത് പക്ഷെ വളരെ ഒട്ടും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ എറണാകുളത്ത് സിറ്റുവേഷൻ എടുത്ത് എങ്ങനെയാണെന്ന് അറിയില്ല. എറണാകുളത്താണെങ്കിൽ 1 വർഷം ഏതാണ്ട് കഴിഞ്ഞ SC നമ്പർ ചെയ്തത് 1200 മുകളിലാണ് SC നമ്പർ ചെയ്തത്. 1 വർഷം 2023 SC 1200 മുകളിലാണ്. അതായത് അപ്പോൾ ഒരു ദിവസം 4 സെഷൻസ് കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഒബ്വിയസ്ലി എല്ലാ സെഷൻസ് കേസുകളിലും 7 yearsന് മുകളിലുള്ളതായിരിക്കും. ഇത് കൂടാതെ മജിസ്ട്രേറ്റ് കോടതിയിൽ വരുന്ന 1000-കണക്കിന് മറ്റ് കേസുകൾ. അപ്പോൾ ഒരു 3000 ഒരു വർഷത്തെ കാര്യമാണ്. ഒരു വർഷം 3000-4000 കേസ് വരുന്ന ജില്ലകളെ സംബന്ധിച്ച് എല്ലാ ജില്ലയിലും ഈ ജില്ലയിൽ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 1000 ഇല്ലെങ്കിലും എങ്ങനെ വേറെ ഒരു 600-700 എന്തെങ്കിലും ഉണ്ട്, അതൊരു സംശയമില്ല കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1000-കണക്കിന് കേസുകളിൽ എല്ലാ കേസുകളും മാൻഡേറ്ററി ആക്കണം. അത് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. പക്ഷേ അതിനൊരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ട് ഇത് 5 years എല്ലാത്തും ലാബിൽ ഫോറൻസിക് എക്സ്പെർട്സിൻ്റെ കൂടുതൽ എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ അവർ സൈറ്റ് വിസിറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നു. പിന്നെ അത് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രം എക്സ്പെർട്ടിൻ്റെ കൂടുതൽ വിളിച്ചാൽ മതി. പിന്നെ എക്സ്പെർട്ടിന് വേണമെങ്കിൽ ഒരു സബോർഡിനേറ്റിനെ വേണമെങ്കിൽ ഡെപ്യൂട്ടി ചെയ്യാം. അതിനെ കുറിച്ച് പേഴ്സണൽ നോളജുള്ള സബോർഡിനേറ്റ് ഡെപ്യൂട്ടി ചെയ്യാം, അയാൾക്ക് എവിഡൻസ് കൊടുക്കാം. ഇതെല്ലാം സ്പീഡ് ട്രയലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ്. അത് 349 പുതിയതിൽ വന്നിട്ട് വോയിസ് സാമ്പിൾ എടുക്കുക. നിങ്ങൾക്കറിയാം 311 വന്നപ്പോൾ വോയിസ് സാമ്പിൾ അതിൽ ഒഴിവാക്കി. അതിനുശേഷം 2017 റിതേഷ് സിംഹയുടെ കേസ് വന്നപ്പോൾ അതിൽ സ്പ്ലിറ്റ് ഒപ്പീനിയൻ വന്നു. അവസാനം അതിൽ കൺക്ലൂഡ് ചെയ്തു പുതിയ സ്റ്റാറ്റ്യൂട്ട് വരുന്നത് വരെ കോടതികൾക്ക് ആ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ വോയിസ് സാമ്പിൾ എടുക്കാമെന്ന് പറഞ്ഞു. 2017 സുപ്രീം കോടതി അതിൻ്റെ ബേസിൽ അതിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പ്രൊവിഷനാക്കി ഇപ്പോൾ വോയിസ് സാമ്പിൾ എടുക്കാം. മറ്റൊരു സീരിയസ് ആയിട്ട് ആളുകൾ പോലീസ് ഓഫീസേഴ്സ് അടക്കമുള്ള ഒരു അപ്ലിക്കേഷൻ ട്രയൽ ഇൻ ആബ്സെൻസ് ആണ്. ട്രയൽ ഇൻ ആബ്സെൻഷ്യൽ അത് വളരെ സീരിയസ് ആയിട്ട് പല സെമിനാറുകളിലും തർക്കിക്കുന്നവരുണ്ട്. പ്രതിയില്ലാതെ പ്രതിക്കെതിരെ ട്രയൽ നടത്തും. പക്ഷെ അതിലങ്ങനെയല്ല. അതിലൊരു ഒരു വാക്കാണ് ഇതിൽ പലരും ഒമിറ്റ് ചെയ്തത്. അതായത് ചാർജ് വായിച്ചതിന് ശേഷം 60 ദിവസത്തിന് മുൻപ് ട്രയൽ തുടങ്ങാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ചാർജ് വായിക്കുമ്പോൾ പ്രതി കൂട്ടലുണ്ടാകണം. ചാർജ് വായിക്കുന്ന എപ്പോഴാണ്? കമ്മിറ്റിൽ കഴിഞ്ഞ് അപ്പിയർ ചെയ്ത് സീരിയസ് ഒഫൻസുകളാണ്. കമ്മിറ്റി കഴിഞ്ഞ് അപ്പിയർ ചെയ്ത് കോപ്പി കിട്ടി വക്കീലിനെ വെച്ച്, ഇനി വക്കീലിനെ നമ്മൾ വെച്ചില്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വക്കീലിനെ വെച്ച് കൊടുത്തിട്ട് ഈ എല്ലാ പ്രൊട്ടക്ഷൻസും ചെയ്തതിന് ശേഷം ചാർജ് വായിച്ച് ചാർജ് മനസ്സിലാക്കി അത് ആൻസർ ചെയ്തതിന് ശേഷം അബ്സ്കോണ്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരായിട്ട് മാത്രമേ ട്രയൽ ഇൻ ആബ്സെൻഷ്യ ഉള്ളൂ. അല്ലാതെ ഒരു പ്രതിയെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അയാൾ ഒരിക്കലും അയാളില്ലാത്ത സിറ്റുവേഷൻ ഒരിക്കലും ട്രയൽ നടത്താൻ പോകുന്നില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അപ്പോൾ ആഫ്റ്റർ റീഡിംഗ് ഓഫ് ദി ചാർജ് എന്ന ആ വാക്ക് പലരും ഒമിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും എജിറ്റേഷൻസ് നടന്നത്.
ഒരു ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. ചാർജ് വായിച്ച് കേട്ടതിന് ശേഷം റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ട്രയൽ നടത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല അതിന് ഉള്ള ഒരു സേഫ് ഗാർഡ്സ് കൊടുത്തിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ നിയർ റിലേറ്റീവിനെ അറിയിക്കണം. പബ്ലിക്കേഷൻ ഡെയിലീസിൽ, ലോക്കൽ ഡെയിലീസിൽ, നാഷണൽ ഡെയിലീസിൽ പബ്ലിഷ് ചെയ്യണം. 2 വാറണ്ട്, മിനിമം 2 വാറണ്ട് ആയിരിക്കണം. അയാൾക്ക് വേണ്ടി ഒരു ലോയറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ഇത്രയും സേഫ് ഗാർഡ്സിന് ശേഷമാണ് ട്രയൽ നടക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ പ്രതിയിലാണ്, നമ്മൾ പ്രതികളുടെ ട്രയൽ നടത്താറുണ്ട്. ആ തരത്തിലുള്ള എല്ലാ സേഫ് ഗാർഡ്സും എടുത്തതിന് ശേഷം മാത്രമേ ട്രയൽ തുടങ്ങുള്ളൂ. ട്രയൽ തുടങ്ങിയാൽ ഏത് സമയത്ത് വേണമെങ്കിലും പ്രതിക്ക് അപ്പിയർ ചെയ്താൽ ട്രയലിൽ അയാൾക്ക് ജോയിൻ ചെയ്യാം. പിന്നെ കൺവിഷൻ ആയി കഴിഞ്ഞാൽ വിതിൻ 3 years അയാൾ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അപ്പീൽ കൊടുക്കുക. അപ്പോൾ അതായത് മനഃപൂർവ്വം ചാർജ് വായിച്ച് ചെയ്തതിന് ശേഷം മനഃപൂർവ്വം എക്സ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് മാത്രമേ ഇത് അയാളുടെ ആബ്സൻസിന് ട്രയൽ നടക്കുകയുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഹാൻഡിക്യാപ്പ് ഉണ്ടാവില്ല. അതുകൂടി ഹാൻഡിക്യാപ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് സെൻറ്റൻസിനെ കുറിച്ച് പറയാനായിട്ട് അയാളുടെ പ്രസൻസ് ഉണ്ടാവില്ല. കൃത്യമായിട്ടൊക്കെ നമുക്കറിയാം, അത് വക്കീൽ തട്ടിക്കോളും. ബാക്കി ഡിഫൻസ് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ബോക്സിൽ കയറിയിട്ട് ഡിഫൻസ് എവിഡൻസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ചില സിറ്റുവേഷനിൽ വക്കീലിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെൻറ്റൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവില്ല. ഈ ഒരു 3 ഹാൻഡിക്യാപ്പാണ് ഉള്ളത്. പക്ഷേ അയാൾ ചാർജ് വായിച്ചതിന് ശേഷം റെസ്പോണ്ട് ചെയ്യും. അൺസൗണ്ട്നെസ്സും അതിനെ സംബന്ധിച്ച് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അതൊരു പ്രിലിമിനറി ഇഷ്യൂ ആയിട്ട് കേൾക്കാൻ പറയുന്നത്. അത് മാത്രമേ അതിൽ വ്യത്യാസം വന്നിട്ടുള്ളൂ. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം എല്ലാ സ്റ്റേറ്റുകളോടും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലത് വന്നു കഴിഞ്ഞു. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പലർക്കും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും സ്റ്റാറ്റ്യൂട്ട് റിമൈൻഡറായിട്ട് വന്നിട്ടുള്ളത്. മറ്റൊരു സ്പീഡി ഡിസ്പോസലിൻ്റെ ഒരു പ്രധാന വന്നിട്ടുള്ള മേഴ്സി പെറ്റീഷൻസ്. മേഴ്സി പെറ്റീഷൻസ് ഇത്ര നാൾ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിരുന്നു, അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആക്കി. ആദ്യം 30 ദിവസത്തിനുള്ളിൽ ഗവർണർക്കും 60 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കും മേഴ്സി പെറ്റീഷൻ കൊടുക്കാം. പക്ഷേ അതിൽ ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിലേറ്റീവ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അതായത് പ്രോജക്ട് 39A, ആംനസ്റ്റി ഇൻ്റർനാഷണൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് ഇനി മുതൽ അതിൽ പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ലാക്യൂണയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, നമുക്ക് എല്ലാ കേസുകളിലും നമ്മൾ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വക്കീലും സ്റ്റേറ്റ് ബ്രീഫും എല്ലാം ഉള്ള സിറ്റുവേഷനാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പല സിറ്റുവേഷനിലും ഈവൻ ക്യാപിറ്റൽ സെൻറ്റൻസിൽ കിടക്കുന്ന ആൾക്കാർ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് പലർക്കും അവർക്കെതിരായിട്ടുള്ള ചാർജ് എന്താണെന്ന് പോലും അറിയില്ല, എന്തിനാണ് അവർ ശിക്ഷിച്ചതെന്ന് പോലും അറിയില്ല. അത് പല സ്റ്റേറ്റുകളിലും ഈ സെമീന്ദാർമാർ അങ്ങനെയുള്ള സാധനങ്ങളിൽ അവർ ചെയ്യുന്ന ഒഫൻസുകളിൽ ആരെങ്കിലും കൊടുക്കുകയാണ്, സപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് തിരുവോട്ട് പോലുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകൾ. അപ്പോൾ അതിലൊന്നും അവർക്ക് അറിയില്ല, എന്താ സംഭവം പോലും അറിയില്ല. അവർക്കൊരു കേസ് വന്നു, കേസിൽ പോയി കുറച്ച് അവിടെ നടന്ന് ജയിലിൽ പോയി, കോടതിയിൽ പോയി, അതിനുശേഷം അവർക്ക് എന്തൊരു സെൻറ്റൻസ്, അതിനുശേഷം അത് ഹാങ് ചെയ്യണം. ഹാങ്ങിങ് നടക്കുന്നില്ല, ഇന്ത്യയിൽ നടത്തിയിട്ടില്ല, വർഷമായിട്ട് ആരെ ഹാങ് ചെയ്തിട്ടില്ല, അത് വേറെ ഇഷ്യൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്കറിയാം പ്രോജക്ട് 39 ഡോക്ടർ സുരേന്ദ്രൻ്റെ പ്രോജക്ട് 39 ആണ് ഇന്ത്യയിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ ഡെത്ത് സെൻറ്റൻസിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസിന് ഇനി മുതൽ ഇമേഴ്സി പെറ്റീഷൻസിൻ്റെ പുറകെ നിൽക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരും. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ സുപ്രീം കോർട്ട് അത് പെർമിറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ റിലേറ്റീവ്സിന് വരാൻ പറ്റില്ല. പ്രത്യേകിച്ച് പല സ്റ്റേറ്റുകളിലും റിലേറ്റീവ്സിന് ചിലപ്പോൾ അറിയാനുണ്ടാവില്ല, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇല്ലാത്ത കേസുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ഹാൻഡിക്യാപ്പാണ്. പിന്നെ അതിൽ മാത്രം ഡിലേ വരുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വെച്ചത് അൺഡിക്ലെയർഡ് മൊറട്ടോറിയം ഓൺ ഡെത്ത് സെൻറ്റൻസ് ആണ്. അത് നമ്മൾ ഹാങ് ചെയ്യാറില്ല. 94 ജനജീവിച്ചാറ്റിൽ ഹാങ് ചെയ്തതിന് ശേഷം അഫ്സൽ ഗുരു, അജ്മൽ കസബ്, പിന്നെ ഡൽഹിയിലെ 3 ഡൽഹി റേപ്പിൽപ്പെട്ട 4 പേര്, പിന്നെ ഒരാളും കൂടി, ഇത്രയും പേര് മാത്രമേ ഇന്ത്യയിൽ ഹാങ് ചെയ്തിട്ടുള്ളൂ ഇത്രയും വർഷത്തിലേക്ക്. ഇപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മേഴ്സി പെറ്റീഷൻ വരും, അത് കുറച്ച് നാൾ സ്റ്റേറ്റിലിട്ട് അങ്ങനെ കൊണ്ട് തന്നെ കളിക്കും. അതിനുശേഷം പ്രസിഡന്റിന് പോകും, അത് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയിലേക്ക് അയക്കും, മിനിസ്റ്ററിൽ നിന്ന് റെക്കമെൻഡേഷനോടെ തിരിച്ചയക്കും, പ്രസിഡന്റ് അയക്കും, പ്രസിഡന്റ് ഓഫീസ് തിരിച്ചയക്കും. ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിക്കവാറും ഈ ആളുടെ കാലം കഴിയുന്നത് നാച്ചുറൽ ലൈഫ് വരെ അവിടെ ജയിലിൽ അങ്ങനെ അത് അങ്ങനെയാണ് ഇപ്പോൾ സർക്കാർ മാനേജ് ചെയ്യുന്നത്. അത് മാത്രം സ്പീഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ ബുദ്ധിമുട്ടിക്കരുത്, അവർ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലാനുള്ള ഒരു സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഇനി അവർക്ക് ഉണ്ടാവില്ല. 474 പവർ ടു കമ്മ്യൂണിറ്റിയിൽ ഒരു ചെറിയൊരു ടേബിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങൾക്കറിയാം 433 അനുസരിച്ചിട്ട് ഏത് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഡെത്ത് സെൻറ്റൻസ് കിട്ടി കിടക്കുന്ന ആളുകളിൽ ഫൈൻ മാത്രമാക്കി വേണമെങ്കിൽ വിടാം. അത് ഒരു കാലത്ത് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിന് വേണ്ടി ചെയ്തു കൊടുത്തൊരു സൗകര്യമാണ്. അത് മാറ്റിയിട്ട് ഇപ്പോൾ കമ്മ്യൂട്ടേഷൻ്റെ ടേബിൾ കൊണ്ടുവന്നു. ഡെത്ത് സെൻറ്റൻസ് കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ ലൈഫിലേക്ക് മാത്രമേ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫ് സെൻറ്റൻസ് കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 7 years, 7 yearsന് മുകളിലുള്ളതാണെങ്കിൽ 1 year, അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഫൈൻ. അങ്ങനെ ഒരു ടേബിൾ കൊണ്ടുവന്നു. അപ്പോൾ ഡെത്ത് സെൻറ്റൻസ് ഉള്ള ആളെ കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ലൈഫ് കിട്ടും. ലൈഫുള്ള ആളെ കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 7 years, 7 years ഉള്ള ആളെ കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 year.
7 yearsന് താഴെയുള്ള ആൾ കമ്മ്യൂണിറ്റി ആണെങ്കിൽ അയാൾക്ക് ഫൈൻ മാത്രമാക്കി കൊടുക്കാം. ഇങ്ങനൊരു ടേബിൾ കൊണ്ടുവന്നു. പിന്നെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, ഗാങ് റേപ്പിലും ബിലോ 12 ആണെങ്കിലും അതിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലില്ല. പിന്നെ നമ്മുടെ 437 അനുസരിച്ചുള്ള ബോണ്ട് അതെല്ലാം ഓൾറെഡി സ്റ്റാറ്റ്യൂട്ടിലുള്ളതാണ്. ഇത്രയും മാറ്റങ്ങളാണ് CRPC കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ ഏത് മാറ്റമാണ് അൺവെൽക്കമിങ് ആയിട്ടുള്ളതെന്നോ അല്ലെങ്കിൽ ഏത് മാറ്റത്തിനെതിരാണ് നമ്മൾ സമരം ചെയ്യേണ്ടതെന്നോ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് ബാർ കൗൺസിലും പറഞ്ഞു ഉടനെ ചടിക്കറി സമരം ചെയ്യണ്ട. മേ ബി എനിക്ക് തോന്നുന്നു ഞാൻ അവസാനത്തെ ആഴ്ചയായിരിക്കും ഇവർക്ക് ഇത് വായിച്ചു നോക്കിയത്. അപ്പോൾ ഞാൻ തന്നെ ഇതൊരു ഈ കലാപരിപാടി തുടങ്ങിയിട്ട് 6 മാസമായി. ആദ്യം മലബാറിലായിരുന്നു, തിരൂർ ഏത് ബാറിലാവുക. നമ്മുടെ ഭയങ്കര അജിറ്റേഷനായിരുന്നു. ചന്ദനിക്ക് ആരും വായിച്ചു നോക്കിയിട്ടില്ല. ഇപ്പം അജിറ്റേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം അവസാനമായപ്പോൾ ആൾക്കാർ വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാന്ന് മനസ്സിലാകും. അപ്പം ഇതാണ് CRPC വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പം ആരും കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല. IPC വന്നിട്ടുള്ള മാറ്റങ്ങൾ ചൈൽഡ് എന്നുള്ള വാക്ക് കോമൺ ആക്കി, 16 ബിലോ 18 ഉള്ളത് കോമൺ ആക്കി. ട്രാൻസ്ജെൻഡർ എന്താണെന്ന് പറഞ്ഞില്ല. ട്രാൻസ്ജെൻഡർ എന്താണെന്ന് ട്രാൻസ്ജെൻഡർ ആക്ടിൽ നോക്കാൻ പറയും. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ജെൻഡർ ആരുടെ ബർത്ത് ഐഡൻറ്റിറ്റി ആണോ അയാളുടെ ഇപ്പോഴത്തെ ഐഡൻറ്റിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നത് അയാളാണ് ട്രാൻസ്ജെൻഡർ. എൻ്റെ ബർത്ത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മെയിലാണ്, രൂപത്തിലും മെയിലാണ് എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ക്ലെയിം ചെയ്യാണ് ഞാൻ ഫീമെയിലാണെന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫീമെയിലാണ്. ഞാൻ ട്രാൻസ്ജെൻഡർ, ട്രാൻസ് മെയിലാണ്, ഞാൻ ട്രാൻസ് ഫീമെയിലാണ്. അപ്പോൾ ആരുടെ ജെൻഡർ, അതായത് നമ്മൾ ജനിക്കുമ്പോൾ ഹോസ്പിറ്റലിലെ നേഴ്സ് നമുക്ക് എന്ത് ജെൻഡറാണോ തന്നത് ആ ജെൻഡർ അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ക്ലെയിം ചെയ്ത ജെൻഡർ അല്ലെങ്കിൽ അത് ട്രാൻസ്ജെൻഡറാണ്. അതാണ്. പക്ഷെ അതിൽ കാലാനുസൃതമായിട്ട് അതിൽ മാറ്റങ്ങൾ വരുത്തിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റേപ്പ് ലോയിൽ നമുക്കറിയാം 2013 അമെൻമെൻറ്റിന് ശേഷം ഒരുപാട് കോണ്ടാക്റ്റുകൾ, അത് പെനൈൽ വെജൈനൽ ഇൻസെർഷൻ അല്ലാതെ മറ്റൊരുപാട് കോണ്ടാക്റ്റുകൾ ഇപ്പോൾ റേപ്പാണ്. പക്ഷെ അതിൽ ട്രാൻസ്ജെൻഡറിനെ പെടുത്താൻ പറ്റില്ല എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആണ്. സപ്പോസ് ഒരു ഫീമെയിൽ, ബർത്തിൽ ഫീമെയിൽ ആയിട്ടുള്ള ആൾ, ദാറ്റ് പേഴ്സൺ ക്ലെയിംസ് ടു ബി മെയിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ അനാറ്റമിക്കലായിട്ടുള്ള സർജറി നടത്തിയിട്ടില്ലെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ അയാൾ ഫിംഗർ ഉപയോഗിക്കുകയാണ്. ഫിംഗർ ഉപയോഗിച്ച് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ദാറ്റ് പേഴ്സൺ ബി ചാർജ്ഡ് ആസ് ഫോർ റേപ്പ്? അനാറ്റമിക്കലി ആ വ്യക്തി എന്ന് പറയുന്നത് ഫീമെയിലാണ്. പക്ഷേ ദാറ്റ് വ്യക്തി ദാറ്റ് പേഴ്സൺ ക്ലെയിംസ് ടു ബി എ മെയിൽ. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ വൈസ് വേഴ്സ. അനാറ്റമിക്കലി ഞാൻ മെയിലാണ്, ഞാൻ ഫിംഗർ ഇൻസെർട്ട് ചെയ്തുള്ളതാണ് കേസ്, പക്ഷേ ഐ ക്ലെയിം ടു ബി ഫീമെയിൽ, ക്യാൻ ഐ ബി പ്രോസിക്യൂട്ട്? അതൊരു വളരെ ഗ്രേ ഏരിയയാണ്. അത് നമ്മുടെ ഇവിടെ മാത്രം പ്രശ്നമാണ്. ഇന്റർനാഷണൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് US ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. പ്രത്യേകിച്ച് ഗേ അവിടെ വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കറക്റ്റാണ്. അവിടെ ആ ഏരിയയിൽ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുമായിരിക്കും, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അതൊന്നും ചെയ്തില്ല. അതിൻ്റെ ഫോർഫിച്ചർ ഓഫ് പ്രോപ്പർട്ടി ഒരു പുതിയൊരു സംവിധാനമായിട്ട് ഒഫൻസിലേക്ക് കൊണ്ടുവന്നു. കമ്മ്യൂണിറ്റി സർവീസ് ഒഫൻസിലേക്ക് പണിഷ്മെൻ്റ് എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് ഒഫൻസുകളിൽ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഡിഫമേഷൻ, പബ്ലിക് സർവൻറ്റ് എൻഗേജിങ് ഇൻ ട്രേഡ്, നോൺ അപ്പിയറൻസ് ഓൺ സമൻസ്, അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡ്, കമ്പലി പബ്ലിക് സർവൻറ്റ്. ഇത് പോലീസ് ഓഫീസർ ഇപ്പോൾ ജയിലിലിപ്പോൾ നിരാഹാരം കിടക്കുക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വരുമ്പോൾ മുകളിൽ ചാടാൻ പോകുന്നു. അങ്ങനെ പബ്ലിക് സർവൻറ്റിന് ഭീഷണിപ്പെടുന്ന തരത്തിൽ അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡ് ആണെങ്കിൽ അത് തെഫ്റ്റ് 5000 രൂപയുടെ താഴെയുള്ള തെഫ്റ്റ് കേസുകളിൽ കോമ്പൻസേറ്റ് ചെയ്യാണ്, പ്രതി വാങ്ങിക്ക് കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ മിസ്കോണ്ടക്ട് ബൈ ഡ്രങ്ക് ഗാർഡിയൻ പബ്ലിക്, വെള്ളം അടിച്ച് റോഡിൽ കിടന്ന് വെള്ളം ഉണ്ടാക്കുക, പഴയ നമ്മുടെ ഫൈറ്റ്, ഇങ്ങനെയുള്ള ഇത്രയും കേസുകൾ, ഇത്രയും 6 സെക്ഷനുകളിൽ മാത്രമേ കമ്മ്യൂണിറ്റി സർവീസ് ഒരു ഒഫൻസ് ഒരു പണിഷ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അതൊരു ബ്ലണ്ടറാണ്. വെച്ചാൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കമ്മ്യൂണിറ്റി സർവീസ് ഒരു ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ രാജ്യങ്ങളിലും, എല്ലാ ഡെവലപ്ഡ് രാജ്യങ്ങളിലും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രൊബേഷൻ, നമുക്ക് പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട് ഉണ്ട്. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിച്ച് കാണാറില്ല. സെക്ഷൻ 360 ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പർപ്പസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒഫൻഡേഴ്സിനെ ജയിലിലേക്ക് വിടാതെ, അവർ ജയിലിൽ പോയിട്ട് ഹാർഡിംഗ് ക്രിമിനൽസ് ആയിട്ട് മാറാതിരിക്കാനായിട്ട് അവർ ജയിലിലേക്ക് വിടാതെ അവരെ റിഫോം ചെയ്യാന്നുള്ളതാണ് പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ടിൻ്റെ സെക്ഷൻ 360യുടെ പർപ്പസ്. അതിന് കൂടെ നിൽക്കുന്ന സാധനമാണ് കമ്മ്യൂണിറ്റി സർവീസ്. അവർക്ക് ഒരു ഫ്രീ ബൈ സെൻറ്റൻസ് ഇല്ലാതെ
അതായത് എന്നാൽ അവരെ സമൂഹത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക വേണം, അവരുടെ സർവീസ് സമൂഹത്തിലേക്ക് എടുക്കുക വേണം. അതാണ് കമ്മ്യൂണിറ്റി സർവീസിൻ്റെ പർപ്പസ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞതാണ് ശമ്പളമില്ലാതെ ജോലി ചെയ്യുക. അപ്പോൾ അത് ഈ 6 സെക്ഷനിലേക്ക് മാത്രമായിട്ട് കൺഫൈൻ ചെയ്തുകൊണ്ടും ശരിയായിട്ടുള്ള നടപടിയല്ല. നമ്മൾ സ്റ്റാറ്റ്യൂട്ടിലേക്ക് എടുത്തത് കൊണ്ട് അതെല്ലാ, പ്രത്യേകിച്ച് ഫസ്റ്റ് അഫൻഡേഴ്സിനെ സംബന്ധിച്ച് എല്ലാ ഒഫൻസുകളിലും അറ്റ്ലീസ്റ്റ് 7 വർഷത്തിൽ താഴെ എല്ലാ ഒഫൻസുകളും ചേർക്കേണ്ടതായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യമായിട്ടുള്ള മാറ്റം, കോമൺ ഒബ്ജക്റ്റ്, കോൺസ്പിറസിയിൽ കോമൺ ഒബ്ജക്റ്റ് എന്നുള്ള വാക്ക് ആഡ് ചെയ്യും. അത് പെട്ടെന്ന് കാണാത്തൊരു സാധനമാണ്. ആ വാക്ക് ആഡ് ചെയ്തതുകൊണ്ട് പ്രോസിക്യൂഷൻ സംബന്ധിച്ച് ഒരു ചെറിയൊരു ബേർഡൻ കൂടുതലാണ്. ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതൊരു വാക്ക് ചേർത്തിട്ടുണ്ട്. പക്ഷെ അതിൽ അതിലൊരു ഡിഫക്റ്റ് എന്ന് വെച്ചാൽ കോമൺ ഒബ്ജക്റ്റ് എന്നുള്ള വാക്കാണ് ചേർത്തത്. കോമൺ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ ഇപ്പോഴത്തെ IPC ആണെങ്കിൽ 141 to 149 പറയുന്ന തരത്തിലുള്ള കോമൺ ഒബ്ജക്റ്റ് ആയിരിക്കണം. ആ ചാപ്റ്ററിൽ വരുന്ന കോമൺ ഒബ്ജക്റ്റ് ആയിരിക്കണം. അതുപോലെ കോമൺ പർപ്പസിനോ കോമൺ ഡിസൈനാണോ ആയിരുന്നു ചേർക്കേണ്ടിയിരുന്നത്. മറ്റു രാജ്യങ്ങളെല്ലാം അവരാണ് ചേർത്തത് കോമൺ പർപ്പസിനോ അല്ലെങ്കിൽ കോമൺ ഡിസൈൻ എന്നുള്ള വാക്കാണ്. നമ്മൾ പക്ഷേ കോമൺ ഒബ്ജക്റ്റ് എന്നുള്ള വാക്കാണ്. അത് കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കും. അതിൽ സംശയം. പുതിയതായിട്ട് വന്നിട്ടുള്ള മറ്റൊരു സാധനം, ഈ മാരിറ്റൽ റേപ്പിൽ വൈഫിൻ്റെ ഏജ് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് 18 അത് 2017 ജഡ്ജ്മെൻറ്റിന് ശേഷമാണ് വന്നത്. പിന്നെ ഒരു സെക്ഷൻ 69 പുതിയതായിട്ടൊരു സെക്ഷൻ ആഡ് ചെയ്ത് ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ്. ഇത്രയും നാൾ നമ്മളത് ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് റേപ്പ് ലെവലാണ് ചേർത്തിരുന്നത്. പക്ഷേ 2003 ഇതേ കേസിന് ശേഷം സുപ്രീം കോടതി കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് ഒഫൻസിൻ്റെ വരില്ല എന്നുള്ളതാണ്. അത് 100% ശരിയാണ്. 1860 സ്റ്റാറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന സമയത്ത് പീനൽ കോഡ് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഒരിക്കലും അതിൻ്റെ ഡ്രാഫ്റ്റേഴ്സ് ഒരിക്കലും ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല. അത് അതിൽ ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്തിൽ വായിക്കുമ്പോൾ അറിയാം ഫോൾസ് പ്രോമിസ് ഒരിക്കലും അവർ നോക്കിയിരുന്നില്ല. ഒരിക്കലും അവർ അങ്ങനെ ചേർക്കണമെന്ന് ആലോചിച്ചിരുന്നുമില്ല. കാരണം ചില ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നിന്നാണ് റേപ്പ് ലോ വരുന്നത്. ചാപ്റ്റർ ഓഫ് സൂസൈഡിൽ നിന്നാണ് റേപ്പ് ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വർഷത്തെ റിസർച്ചിന് ശേഷമാണ് റേപ്പ് ലോ 1860 കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് ഒരിക്കലും റേപ്പിൻ്റെ കൺസെപ്റ്റിൽ വരില്ല. അതിന് പുതിയൊരു ഒഫൻസ് കൊണ്ടുവന്നു. ഫോൾസ് പ്രോമിസ് ഓഫ് മാരേജ് ഒഫൻസ് ആക്കി അപ് ടു 10 years ആക്കി. പക്ഷെ ഇപ്പോൾ ചെറിയൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഫോൾസ് അതായത് ഡിസെപ്ഷൻ എംപ്ലോയ്മെൻറ്റും പ്രൊമോഷൻ അതുകൂടി അതിലേക്ക് കൊണ്ടുവന്നു. അതായത് ഒരാളൊരു പെൺകുട്ടിയെ ഫോൾസ് പ്രോമിസ് ഓഫ് പ്രൊമോഷൻ കൊടുത്താലും ഫോൾസ് പ്രോമിസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കൊടുത്താലും ഒഫൻസ് ആകും എന്നൊരു സാധനം എടുത്തത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇമ്മോറാലിറ്റി ഉള്ള ഒരു സെക്ഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പ്രോമിസ് ആണ് അതിൻ്റെ കോളർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പ്രോമിസ് ആണെന്നുള്ള ഒഫൻസ് വരില്ല. അതായത് ഒരു കുട്ടിയെ ഒരു സ്ത്രീക്ക് പ്രൊമോഷൻ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാമെന്നോ പറഞ്ഞ് അവരെ സെക്ഷൽ ഇന്റർകോഴ്സ് ഉപയോഗിക്കാമെന്നുള്ള ഒഫൻസാണ്. അപ്പോൾ എൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷനോ എംപ്ലോയ്മെൻറ്റോ ഇറ്റ് ഈസ് ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് മണി. സംശയമൊന്നുമില്ല. നമ്മൾ വേറെ മോഷൻ കിട്ടാനുള്ള ജോലി ചെയ്യുന്നു. അറ്റ്ലീസ്റ്റ് പ്രൊമോഷൻ കിട്ടുന്നതും ജോലി കിട്ടുന്നതും എക്കണോമിക് ഗെയിനിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്കണോമിക് ഗെയിൻ ഇതിൻ്റെ ഒരു കൺസിഡറേഷനായിട്ട് മാറും. അത് ഗുഡ് പ്രോമിസ് ഓഫ് ഫോർ എക്കണോമിക് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡറേഷൻ ഫോർ ഹൈവിംഗ് സെക്സ്. അല്ല, അത് കുഴപ്പമുണ്ടായിട്ടല്ല. നമ്മൾ ഇമ്മോറൽ ട്രാഫിക് ആക്ട് ഒഫൻസ് ആക്കിയിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒഫൻസ് വരും. മറ്റു രാജ്യങ്ങളിൽ കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗുഡ് പ്രോമിസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഗുഡ് പ്രോമിസ് ഓഫ് പ്രൊമോഷൻ ക്യാൻ ബി ഗുഡ് കൺസിഡറേഷൻ ഫോർ ഹൈവിംഗ് സെക്സ് വിത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് ഇൻ എ വേ ദാറ്റ് ഈസ് പ്രൊമോട്ടിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ദാറ്റ് ഈസ് റെക്കഗ്നൈസിംഗ് പ്രൊമോട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് റെക്കഗ്നൈസിംഗ് പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്സ് ഫോർ മണി. അതാണ് അവിടെയാണ് അതിൻ്റെ ഒരു ഡേഞ്ചർ ഉള്ളത്. അതിൽ ഈ രണ്ട് എക്സ്പ്രഷനിൽ 2 സ്ഥാനം ചേർത്ത് പ്രൊമോഷനും എംപ്ലോയ്മെൻറ്റും ചേർത്ത് അവിടെയാണ് അതിൻ്റെ ഡിഫക്റ്റ്. അതിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒഫൻസ് ആക്കി. സെക്ഷൻ 76 ഡിസ്റോബിങ്, 77 വോയറിസം. ഇത് രണ്ടും ജെൻഡർ ന്യൂട്രൽ ആക്കി. ഇപ്പോൾ അത് രണ്ടും മെയിൽ ഓറിയൻറ്റഡ് ആണ്. മാനി സെറ്റ് എന്നുകൊണ്ടായിരുന്നു രണ്ടും തുടങ്ങിയിരുന്നത്. അപ്പോൾ അത് രണ്ടും ജെൻഡർ ന്യൂട്രൽ ആക്കി. ഇപ്പോൾ മാനിനെയും വുമണിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. സെക്ഷൻ 95, 96, 97 3 സെക്ഷൻസ് പുതിയതായിട്ട് കൊണ്ടുവന്നു. അതായത് ഒരു കുട്ടിയെ ഹയർ ചെയ്യുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ എന്തെങ്കിലും ഒഫൻസ് ചെയ്യുന്നതിനായിട്ട് ഹയർ ചെയ്യുന്നത് 3 to 10 years ഉള്ള ഒരു ഒഫൻസ് ആക്കി മാറ്റി. അതുപോലെ ഇല്ലിസിറ്റ് ഇന്റർകോഴ്സിന് വേണ്ടിയിട്ട് ഒരു കുട്ടി ആണിനെയോ പെൺകുട്ടിയോ ഉപയോഗിക്കുന്നത് ഒഫൻസ് ആക്കി മാറ്റി 10 years ആക്കി. നേരത്തെ ഉള്ള വ്യത്യാസം വെച്ചാൽ ഇതിൻ്റെ മെയിൽ ഉണ്ടായിരുന്നു, ഫീമെയിൽ മാത്രം ഉണ്ടായിരുന്നു. അത് മെയിലിനെയും കൂടി മെയിലായിട്ടുള്ള ചൈൽഡിലേക്ക് ചേർന്നു. അതിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് സ്വർണ്ണ ആഭരണം എന്തെങ്കിലും മോഷിക്കാൻ വേണ്ടി ആ കുട്ടിയെ മോഷിക്കുന്ന ഒരു ഒഫൻസ് ആക്കി.
ക്രോസിംഗ് ഡെത്ത് നമ്മുടെ ഇപ്പോഴത്തെ 304 അതിന് പണിഷ്മെൻറ്റ് കൂട്ടി 5 years ആക്കി പണിഷ്മെൻറ്റ്. ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ നെഗ്ലിജൻസ് ആണെങ്കിൽ രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിൽ 2 years. അതിലൊരു മറ്റൊരു അമെൻമെൻ്റ് ഒരു പ്രൊപ്പോസ് ചെയ്തത് ഹിറ്റ് ആൻഡ് റൺ അറിയിക്കാതെ ഒരു ഹിറ്റ് ആൻഡ് റൺ ഉണ്ടായിട്ട് അത് അറിയിക്കാതെ പോകുന്നത് ഒഫൻസ് ആക്കിയിട്ട് 10 വർഷം കൊടുക്കാതെ ഒരു ഇതുണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്യാൻസൽ ചെയ്തു, അത് നോട്ടിഫൈ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രിന്റ് ചെയ്ത് വരുന്ന ബുക്കിൽ എല്ലാത്തിലും 103(2) ആയിട്ട് അത് കാണും, പക്ഷെ അത് നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ബുക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ സംഭവമില്ല, ആ ഭാഗം മാത്രം നോട്ടിഫൈ ചെയ്തില്ല. എന്നുവെച്ചത് ലോറിക്കാനാണ് സമരം ചെയ്തത്. വക്കീലന്മാരോ ടൂറിസ്റ്റുകളോ ലോ സ്റ്റുഡൻസോ ആരും അല്ല ചെയ്തത്, ഡൽഹിയിൽ ലോറിക്കാനാണ് സമരം ചെയ്തത്. അപ്പോൾ ലോറിക്കാരെ സമരം ചെയ്തതുകൊണ്ട് ഗുണമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അത് നോട്ടിഫൈ ചെയ്തില്ല. മറ്റൊരു പ്രധാന ഒഫൻസ് പ്രൊപ്പഗേറ്റ് ചെയ്തത് മോബ് ലിഞ്ചിങ് ഒഫൻസ് ആക്കിയെന്നാണ് 103(2) നിങ്ങൾക്ക് ചായ കുടിക്കണോ? എനിക്കല്ല. 5 minute ബ്രേക്കാണ്. നമ്മൾ ചായ കുടിച്ചിട്ട് സെക്ഷൻ 103 മോബ് ലിഞ്ചിങ് അത് പക്ഷേ ഒരു പുതിയ ഒഫൻസ് പറയാൻ പറ്റില്ല. 5 അതിൽ കൂടുതൽ ആൾക്കാർ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റേസ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, സെക്സ്, റേസ് ഓഫ് ലാംഗ്വേജ്, പേഴ്സണൽ ബിലീഫ് ഓർ എനി അതർ സിമിലർ ടേം, അങ്ങനെ ഏതെങ്കിലും ഇതിൽ 5 പേര് കൂടി ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഒഫൻസ് ആക്കിയെന്നാണ് ഒരു ക്ലെയിം കണ്ടത്. പക്ഷേ സ്പെസിഫിക് ഒഫൻസ് ആയിട്ട് കാണുന്നില്ല. കാരണം വെച്ചാൽ റിനോട്ട്മെന്റ് മർഡറിന്റെ സെയിം പണിഷ്മെന്റ് തന്നെയാണ്. അത് വേറെ സബ്ജക്ട് വ്യത്യാസമൊന്നുമില്ല. 5 പേരും അതിൽ കൂടുതൽ ആൾക്കാർ ഇത്രയും ഗ്രൗണ്ടുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും മർഡർ കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പണിഷ്മെന്റ് ഡെത്ത് സെന്റൻസ് ആയിരിക്കും. അതല്ലെങ്കിലും ഡെത്ത് സെന്റൻസ് തന്നെ. അപ്പൊ അങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് തന്നെ. പിന്നെ പറയുമ്പോൾ വോമിറ്റിംഗ് ഒഫൻസ് ആക്കിയിട്ട് പറയാം, പക്ഷെ വോമിറ്റിംഗ് ഒഫൻസ് ആക്കിയിട്ടില്ല. ഇത് സബ്ജക്റ്റ് യാതൊരു വ്യത്യാസമില്ല. അല്ലെങ്കിൽ അതിനിപ്പോൾ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രിസംപ്ഷൻ കൊടുക്കുകയോ മറ്റെന്തെങ്കിലും റിട്ടേൺ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഒഫൻസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഒഫൻസിന് മാറ്റും. ഇനി എന്തുകൊണ്ടാണ് ഒഫൻസുകൾ മാറ്റാൻ വരുത്താത്തത്? എന്തുകൊണ്ടായിരിക്കും ഒഫൻസുകൾ മാറ്റാൻ വരുത്താത്തത്? ഒഫൻസിൽ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ കൺസെപ്ഷനായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ, അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഇന്ന് വരെയുള്ള പ്രസിഡൻസ് മുഴുവൻ പോകും. ഇന്ന് വരെയുള്ള എല്ലാ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സും പോകും. നമ്മളെ സംബന്ധിച്ച് സൗകര്യമായിരുന്നു, ഇത് വായിക്കണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം പുതിയതായിട്ട് തുടങ്ങിയായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത ഒരു വക്കീൽ ഓഫീസർ അദ്ദേഹം ബുക്ക് മുഴുവൻ വെക്കുകയാണ്. അത് നമ്മുടെ ഫ്രണ്ടിലോട് വെച്ചു, ഇവിടെ സാറിന് ലൈബ്രറിക്കുണ്ട് മേടിക്കുന്ന എന്തിനാണ് പുതിയ കാശുകൾ ഇതുപോലെ എല്ലാ ദിവസവും പുതിയ ജഡ്ജ്മെന്റ് പറയും. അപ്പോൾ നമ്മൾ പഴയത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഹൈക്കോടതി എല്ലാ ദിവസവും പുതിയ ജഡ്ജ്മെന്റാണ്. അപ്പോൾ അതുകൊണ്ട് പഴയത് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കൺസെപ്റ്റ് മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ഈ പ്രസിഡൻസ് മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 മുഴുവൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചാൻസ് നമുക്ക് കിട്ടിയില്ല. അടുത്തത് ലോട്ടറി നമുക്കറിയാം, മറ്റേ മിത്തു യൂണിയനിൽ ഡെത്ത് സെന്റൻസ് കിടക്കുന്ന ആൾ, ലൈഫ് സെന്റൻസ് കിടക്കുന്ന ആൾ രണ്ടാമത് മർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷാമ്പി പണിഷ്മെന്റ് ഡെത്ത് എന്നുള്ളതായിരുന്നു. അത് മാറ്റിയിട്ട് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഡെത്ത് ഓൺ ലൈഫ് ടിൽ ദ റിമൈൻഡർ ഓഫ് ദാറ്റ് പേഴ്സൺസ് നാച്ചുറൽ ലൈഫ് എന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്തു. പക്ഷെ അത് ചെറിയൊരു കുഴപ്പമുണ്ട്. വെച്ചാൽ ലൈഫെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ലൈഫ് സെന്റൻസ് കിടക്കുന്ന ആളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് അസ്യൂമിങ് ദാറ്റ് he is under the sentence of life. പക്ഷെ ലൈഫ് ഫോർ അനദർ മർഡർ. പക്ഷെ അങ്ങനെ ഇതിൽ പറഞ്ഞില്ല. 302 ശേഷം വരുന്നതുകൊണ്ട് അങ്ങനെ അസംഷനിൽ പോവുകയാണ്. പക്ഷെ നമുക്കറിയാം ഫോർവേഡ് 9 പബ്ലിക് സർവന്റ് കമ്മിറ്റി ഫോം, അതിൽ ലൈസൻസ് ഉണ്ട്. ആ ലൈസൻസിൽ കിടക്കുന്ന ആള് ഒരു ഡെത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മർഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പേഴ്സൺ cannot be hanged. അത് കൺസെപ്റ്റില് വ്യത്യാസമാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് അത് കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ എനി ലൈഫ് കമ്മിറ്റിക്ക് മർഡർ ക്യാൻ ബി പണിഷ്മെന്റ്. അവിടെ ഡ്രാഫ്റ്റിങ്ങിന് ചെറിയൊരു കുഴപ്പം. അതുപോലെ ഓർഗനൈസ് ക്രൈംസ് അത് പുതിയൊരു കൺസെപ്റ്റിൽ ഓഫൻസ് ആക്കി, അത് വേൾഡ് വൈഡ് ഓഫൻസ് ആക്കിയിട്ടാണ് UN കൺവെൻഷൻ 78 UN കൺവെൻഷൻ ഓഫ് ക്രൈം, റോം കൺവെൻഷൻ ക്രൈംസിന് ശേഷമാണ് അത് വേൾഡ് വൈഡ് ആയിട്ട് ഓർഗനൈസ് ക്രൈംസ് പറഞ്ഞാൽ ക്രൈം ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ടുണ്ടാകും. വക്കീലന്മാരെല്ലാം ബിസി ഈ അല്ലാതെ കുറ്റകൃത്യങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് ലാഭൂരികാരം, അതൊക്കെ അറിയാം. അപ്പോൾ അവർക്ക് സ്റ്റാഫുണ്ട്, ഓഫീസുണ്ട്, ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ട്, ബോർഡുണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്. അങ്ങനെ ഒരു അതായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ ഓർഗനൈസ് ക്രിമിനൽസ് ആക്ട് എന്നുള്ളത് കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്. കിഡ്നാപ്പിംഗ്, റോബറി, വെഹിക്കിൾ തെറ്റ്, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം അത് ചെയ്യുന്ന എല്ലാം ഇതുവരെ ചേർത്തു. പിന്നെ പെറ്റി ഓർഗനൈസ് ക്രൈം, തെഫ്റ്റ്, മാല പൊട്ടിക്കൽ, ചീറ്റിങ്, അൺഓതറൈസ് സെല്ലിംഗ് ഓഫ് ടിക്കറ്റ്സ്, സെല്ലിംഗ് പബ്ലിക് എക്സാമിനേഷൻ
ടെലികോഴ്സ്. അപ്പോൾ അതൊക്കെ പെറ്റി ഒഫൻസാണ് രാജ്യത്ത്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് അല്ലാതെ പബ്ലിക് എക്സാമിനേഷൻ്റെ ഒരിക്കൽ അതെല്ലാം 1 to 7 years ആയിട്ടുള്ള ചെറിയ ഓർഗനൈസ് ക്രൈംസ് ആയിട്ടുള്ള ടെററിസ്റ്റ് ആക്ടിവിറ്റി 130 ടെററിസ്റ്റ് ആക്ടിവിറ്റി UAPA സെയിം പ്രൊവിഷൻസ് ഇതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ DYSP തീരുമാനിക്കും UAPA ചാർജ് ചെയ്യണം. അതിൽ മാത്രമേ തർക്കമുള്ളൂ. അത് DYSPയുടെ പരിധിയിലാണ് വിടുന്നത്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ആരും രണ്ടും ചാർജ് ചെയ്യാം. ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ UAPA ചാർജ് ചെയ്താൽ നമുക്ക് വെയിൽ കിട്ടും. പക്ഷേ വേറെ കുറേ പ്രൊട്ടക്ഷൻസ് ഉണ്ട്. പിന്നെ റാങ്കുള്ള മോഡൽ ആളെ അന്വേഷിക്കണം. വേറെ കുറേ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആണെങ്കിലും വെയിൽ കിട്ടും. അത് DYSPക്ക് തീരുമാനിക്കാം. വെയിൽ ഉള്ള വേണ്ടത് DYSPയുടെ തീരുമാനിക്കാൻ പോകാം. അതിൽ പ്രീവിയസ് സെറ്റിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആക്ടാണ് 10 years ലൈഫ് ഇംപ്രിസൺമെന്റ് പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നു. പ്രീവിയസ് സെറ്റിന് ഇപ്പോൾ 20 ദിവസം ആണ് കിടക്കുന്നത്. അനേബിൾ ടു പെർസ്യൂസ് ഓൺലൈൻ പെർസ്യൂസ് അത് 20 നിന്ന് 15 ദിവസമായിട്ട് കുറച്ചു. ഇത്തരം മാറ്റങ്ങൾ മാത്രമേ IPCയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതായത് പ്രാക്ടിക്കലി പറയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിപ്പോൾ ടെററിസ്റ്റ് ആക്ടിവിറ്റീസോ ഓർഗനൈസ്ഡ് ക്രൈംസോ ഒന്നും വരാറില്ല. അല്ലാതെ UAPA ബുക്ക് ചെയ്ത് പോയിക്കോ. ആയിക്കൂടി നമ്മളെ സംബന്ധിച്ച് ഒരു ചാകരയെന്ന് പറയുന്ന സെക്ഷൻ 69 അതായത് പ്രോമിസ്ഡ് മാരേജ്. പ്രോമിസ്ഡ് മാരേജ് അതിപ്പോൾ സെഷൻസ് കൊടുത്തിട്ട് 376 ആയിട്ട് ഫയൽ ചെയ്യുന്നതിന് പ്രകാരം നമുക്ക് ഈ സ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ട് ഫയൽ ചെയ്തിട്ട് അത് വക്കീലിനെ സംബന്ധിച്ച് വാദിക്കുകയാണെങ്കിലും തൊഴിലാക്കാനാണെങ്കിലും ഒരു ചാകരയാണെന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഇതിൽ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നടത്തുന്ന തെലോഫോയി അതിൻ്റെ പണിഷ്മെന്റ് കിട്ടി. ഇത്രയും മാത്രം മാറ്റങ്ങൾ മാത്രമേ IPCയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ IPCയിൽ നമ്മൾ ഇപ്പോൾ കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേബി 1% മാത്രമാണ് ഇത് മാറ്റം വന്നിട്ടുള്ളത്. ഒരു ചില ഒഫൻസുകൾ ഒഴിവാക്കി അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡ് ഒന്നും ചെയ്യും. അതിനുശേഷം 226 പുതിയ ഒഫൻസ് കൊണ്ടുവന്നു. അറ്റംപ്റ്റ് കമ്മിറ്റ് സൂയിസൈഡ് ഫോർ കമ്പലിംഗ് പബ്ലിക് സർവീസ് ടു ഡു സംതിങ്. ഇപ്പോൾ പോലീസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കയറാൻ പോകുന്നു, നാട്ടുകാരെ പഠിപ്പിക്കുന്നു, പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയുള്ള കോൺടാക്റ്റുകൾ 226 ഒഫൻസ് ആക്കി. പക്ഷേ അത് വേദമാണ് നോൺ ഓഫൻസ് ഉണ്ടാവും. അഡൽട്ടറി എന്ന ഒഫൻസ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരുന്നു. അൺനാച്ചുറൽ ഒഫൻസ് അതും ഒമിറ്റ് ചെയ്തു. ഇത്തരം മാറ്റങ്ങൾ മാത്രമേ IPCയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ IPCയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാർ പറയുന്ന പോലെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സെക്ഷനുകൾ എന്നോട് നമ്മൾ റീനമ്പർ ചെയ്തത് കൺസെപ്റ്റുകളെ ഡെഫിനിഷൻ പ്രോസസ്സുകളായിട്ട് ഒരുമിച്ച് കൊണ്ടുവന്നു. അങ്ങനെയുള്ള മാറ്റം ഫോർ എക്സാമ്പിൾ പഴയ 34 തിരുവനന്തപുരം ഉപയോഗിച്ച 34 അത് സെക്ഷൻ 5 അങ്ങനെ അതിൽ താഴേക്ക് വെച്ചാൽ അതിന് മുമ്പുള്ള സെക്ഷൻസ് എല്ലാം കൂടി ഡെഫിനിഷൻ സെക്ഷനിലേക്ക് എല്ലാം കൂടി മോഡിഫൈ ചെയ്തു. ഇതാണ് ഇതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇത്തരം മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അവർ പുതിയ സെക്ഷനുകളൊക്കെ പുതിയ പെറ്റീഷൻ കൊടുക്കുമ്പോൾ പുതിയ സെക്ഷനുകളൊക്കെ മാറ്റി കൊടുക്കണം. ഇപ്പോൾ 438 കൊടുക്കുന്നതിന് ബെയിൽ ആപ്ലിക്കേഷനൊക്കെ 482 കൊടുക്കണം. ബെയിൽ ആസിൻ്റെ 370, 356 അങ്ങനെ തന്നെ. അങ്ങനെ വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ സംബന്ധിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് വെക്കേഷൻ 90 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ പീരീഡിൽ ഡിസ്ചാർജ് വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ബെനിഫിഷ്യൽ സാധനങ്ങൾ ഒരാളെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കമൻറ്റിനാണെങ്കിൽ 1/3 ഓഫ് ദ മാക്സിമം ടൈം കിടന്നാണ്, അതായത് 1/2 ആയിരുന്നു. ഫോർട്ടലൈസിസ് ചിലപ്പോൾ 1/3 കിടന്നാൽ. അങ്ങനെ പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചും പ്രതിയെ സംബന്ധിച്ചും ബെനിഫിഷ്യനാണ്. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മറ്റൊരു ഭാഗം ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ നടത്തുക. ഫോർ എക്സാമ്പിൾ ഒന്നിൽ കൂടുതൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താം. ഏത് പോലീസ് ഓഫീസർക്ക് വേണമെങ്കിലും മെഡിക്കൽ എക്സാമിനേഷനിൽ റിക്വസ്റ്റ് കൊടുക്കാം. ഫോർമസിക്ക് 7 years ഫോർമസിക്ക് കമ്പൽസറി ആക്കി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് മുഴുവനും റെക്കോർഡ് ചെയ്യണം. അതിന് പബ്ലിക് ആൾക്കാർക്ക് കാണാവുന്ന തരത്തിൽ അത് മുഴുവൻ പബ്ലിഷ് ചെയ്യണം. ഡെസ്ക്രിപ്റ്റ് ഓഫീസർ വേണം. 3 വർഷത്തിൽ താഴെയാണെങ്കിൽ DYSPയുടെ പെർമിഷനാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ബെനിഫിഷ്യലാണ്. ഇത് മിക്കവാറും എല്ലാം തന്നെ എല്ലാ മാറ്റങ്ങളും തന്നെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിന് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണ് വന്നത്. ഇവർ ഏറ്റവും കൂടുതൽ ഡിറ്റേറ്റ് ചെയ്യുന്ന ഈ 187 ഇപ്പോഴത്തെ 167 187 ആക്കിയിട്ട് ആ പീരീഡ് കൂട്ടി എന്ന് പറയുന്നത് ഫസ്റ്റ് 15 days എന്നുള്ളത് 40 days എന്ന് പറയുന്നത് സുപ്രീം കോടതി സെൻട്രൽ മാനേജ്മെന്റ് കേസ് ജഡ്ജ്മെന്റാണ്. ആ ജഡ്ജ്മെന്റ് അനുസരിച്ചിട്ടാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അല്ലാതെ പാർലമെന്റ് പുതിയതായിട്ട് കാര്യമായിട്ട് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. എല്ലാ മാറ്റങ്ങളും കാലാനുസൃതമായിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സിന് ബേസ് ചെയ്തിട്ടാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. പക്ഷേ ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രത്യേകിച്ച് എവിഡൻസ് ആക്കി ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ടച്ച് ചെയ്തിട്ടില്ല. ഇത്തരം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സംശയങ്ങളും ഇതിന് വേണ്ടിയുള്ള ഡിസ്കഷൻ നമുക്ക് നടത്താം. നിങ്ങൾക്ക് പുതിയ ലൈബ്രറി ഉണ്ട്, കുറേ ബുക്സ് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് 1-2 ക്രിമിനൽ കൂടി വാങ്ങാമായിരുന്നു. ഇപ്പോൾ വന്നിട്ട് സാറാണ് പ്രശ്നം സാറ് പഠിച്ചത്. അപ്പോൾ അജി സാറ് നമുക്ക്
ഗവൺമെൻറ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അച്യുതനുള്ള സ്ഥാപനം PSA ഉള്ള നമുക്ക് PSA അച്യുതനുള്ള ആ ഉറപ്പായിട്ട് വേണ്ടിയിരുന്നു. പിന്നെ ഇംഗ്ലീഷിലായാണ്ട് നമുക്കെപ്പോഴും നല്ലത് ഭയങ്കര അതായത് സ്മിത്ത് ആൻഡ് ഹോഗനാണ് ഇവിടെ നാഷണൽ സ്കൂളിൽ പഠിച്ചത്. സ്മിത്ത് ആൻഡ് ഹോഗൻ നാഷണൽ സ്കൂളിൽ പഠിച്ചാലോ? ഇല്ല, നാഷണൽ സ്കൂളിൽ ഓൾറെഡി സ്മിത്ത് ആൻഡ് ഹോഗനാണ്. ആരെങ്കിലും എന്ത് അച്ഛനുള്ള ആൾക്കാർ ആവശ്യമുണ്ട്. പിന്നെ കേമിംഗ് സൗണ്ട് അതെല്ലാം ഒറ്റ മോളിയുണ്ട്. ഇവർ സ്മിത്താമാവിൻ്റെ ഒരു മോഡൽ ഇവിടെ റസനാംസ് ഇവിടെ ഉണ്ട് തന്നെ ഓർമ്മ. ഇവിടെ എനിക്ക് കണ്ടതെങ്കിൽ പോലെ എനിക്ക് ഓർമ്മ വാഷിംഗ്ടൺ ഓൾറെഡി ഇവിടെ ഉണ്ട്. ആണെന്നുണ്ടെങ്കിൽ പ്രൊഫസർ നാഗേശ്വർ റാവു, അതും അത്ര വലിയ ബുക്കല്ല, ഒരു മോഡൽ 1000-1500 പേജ്. അതാണ് വളരെ നല്ല ടെക്സ്റ്റ്. പക്ഷെ അതിവിടെ കണ്ടിട്ടില്ല. ഉണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല വെച്ചാൽ അത് സൈറ്റ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെന്റ്സ് മിക്കവാറും എല്ലാം തെറ്റാണ്. സൈറ്റേഷൻ ജസ്റ്റിസ് ബർട്ടിൻ അത് കാഷ്വലായിട്ട് വന്നിട്ടുള്ള മിസ്റ്റേക്കുകളാണ്. പ്രിന്ററിൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്താൽ പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് ആണ്. ഒരുപാട് ജഡ്ജ്മെന്റ്സ് ഞാൻ കുറെ സമയം എൻ്റെ ഉള്ളത് ആ പറഞ്ഞ ജഡ്ജസ് ഒന്നും എൻ്റെ അടുത്തില്ല. അതിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ആ റിസൾട്ടല്ല, നമ്മൾ പിന്നെ അന്വേഷണം കുറെ വർക്കുണ്ട്. അതെന്തായാലും നല്ലതാണ്. പിന്നെ ടെക്സ്റ്റുകൾ പിന്നെ നിങ്ങൾ ഒരിക്കലും ഈ ജഡ്ജ്മെന്റ്സ് വായിച്ചിട്ട് ഇത് നിയമം പഠിക്കാൻ വിചാരിക്കുന്നത്. നിയമം പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് കോളേജ് ടെക്സ്റ്റ് വായിക്കുന്നത്. നമ്മളെ കോളേജിൽ പഠിപ്പിക്കാൻ ശ്രമിച്ച നമുക്ക് താല്പര്യമില്ലായിരുന്ന കോളേജ് ടെക്സ്റ്റുകൾ വായിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ്സ് എപ്പോഴും ഫാക്ട്സിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ജൂറിസ്റ്റ് നോക്കുന്നതും ജഡ്ജ് നോക്കുന്നതിനുള്ള വ്യത്യാസമാണ്. ഞാനിതിൽ ഗോപൻ മോഹൻ സാറിന്റെ ലെക്ചേഴ്സ് കേട്ടു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അജിറ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ ക്ലോസിൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്നുള്ള വാക്കില് ജസ്റ്റിസ് എന്നുള്ള വാക്ക് പോയിരുന്നതാണ്. പുതിയ അമെന്റ്മെന്റ് നമുക്ക് എത്ര പേർക്ക് അറിയാം ജസ്റ്റിസ് എന്നുള്ള വാക്കിൽ ഉണ്ടായിരുന്നു, എത്ര ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അക്കാഡമിഷ്യൻസ് നോക്കുന്നത്. അത് കംപ്ലീറ്റ് പ്യൂർലി തിയറിറ്റിക്കൽ ബേസിലാണ് നോക്കുന്നത്. ജഡ്ജസ് നോക്കുന്നത് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അത് ജഡ്ജ്മെന്റ്സ് റെഗുലർ ചെയ്യപ്പെടുന്നത് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന്റെ രണ്ടിന്റെ ഇടക്കാണ് നമ്മൾ നിൽക്കുന്നത്. പ്രാക്ടീസിംഗ് ആവശ്യം നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് സബ്ജക്ട് മനസ്സിലാക്കാനുള്ളത്. സബ്ജക്ട് അൺടച്ച്ഡ് ബൈ ഫാക്ട്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോമിസൈഡ് ലോ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് വിഷയമാണ് ഹോമിസൈഡ്. അത് പഠിക്കാനായിട്ട് ഏറ്റവും നല്ലത് പ്രൊഫസർ BT ഗവർണർ കേൾക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചസ് നടക്കുന്നത്. അദ്ദേഹം അക്കാഡമിഷ്യനാണ്, ലോയറാണ്, രണ്ടും കൂടിയാണ്. അപ്പൊ അദ്ദേഹം രണ്ട് തരത്തിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, അദ്ദേഹം കൺസെപ്റ്റ് അല്ലെങ്കിൽ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അക്കാഡമിഷ്യൻസിന്റെ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ടാണ് അച്യുതനുള്ള സാറിനെ അല്ലെങ്കിൽ സ്മിത്ത് ആൻഡ് ഹോഗനെ വായിക്കാൻ പറയുന്നത്. അപ്പൊ അതിൽ ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ട് കൺസെപ്റ്റാണ് പറയുന്നത്. എന്താണൊരു കോൺസെപ്റ്റ്, എന്താണെന്ന് കൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ആ കൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പിന്നെ ഫാക്ട്സിനെ അപ്ലൈ ചെയ്യുന്നേ പറ്റുള്ളൂ. ഓരോ ഫാക്ട്സിനെ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ബന്ധപ്പെട്ട കോളേജ് ടെക്സ്റ്റ് വായിക്കാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ സുപ്രീം കോടതി വന്നതിന് ശേഷം എനിക്ക് ഒരു 50-60 1970 വരെയാണ്, മാക്സിമം 80 വരെയുള്ള ജഡ്ജ്മെന്റ്സ് വായിക്കുക. അതിന്റെ പ്രത്യേകത തന്നെ കട്ടാൻ ബേസ്ഡാണ്. ഇപ്പോഴും ഒരുപാട് ജഡ്ജ്മെന്റ്സ് ഇപ്പോഴും തെറ്റാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 106 നോക്കിയാൽ 106 ഇപ്പോഴും സുപ്രീം കോടതി റിപ്പീറ്റ് ആയിട്ട് പറയുന്നതാണ്. 106 യു ഹാവ് ഡ്യൂട്ടി ടു സ്പീക്ക്. ഹസ്ബൻഡ് വൈഫിലുള്ള വീട്ടിൽ വൈഫ് വെച്ച് കിടക്കുന്നു. ഹസ്ബൻഡ് 106 ഇത്തരം പറഞ്ഞില്ല, യു ആർ ഗിൽറ്റി. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം പറ്റില്ല. 1950 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന ആർട്ടിക്കിൾ 20+3 നമുക്ക് റൈറ്റ് ടു സൈലൻസ് വന്നു. റൈറ്റ് ടു സൈലൻസ് വന്നതിന് ശേഷം 106 വർക്ക് ചെയ്യില്ല. 106 എന്ന് പറയുന്നത് എവിഡൻസ് ആക്ടിന്റെ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ്മെന്റിന്റെ പ്രൊവിഷനാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം വർക്ക് ചെയ്യില്ല. ഇവര് ഈ ജഡ്ജ്മെന്റ്സ് ഇപ്പൊ ഏത് ദിവസം നോക്കിയാലും കാണാം. സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഈ ജഡ്ജ്മെന്റ്സ് എല്ലാം 1950 മുമ്പുള്ള ജഡ്ജ്മെന്റ്സ് പോലെ കറക്റ്റ് ബേസ്ഡ് ആണ്. 1950 കൊണ്ട് ശരിയാണ്, 1950 ശേഷം ശരിയല്ല. 73-ല് 50-ല് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം 1973-ല് അമെന്റ്മെന്റ് കൊണ്ടുവന്നപ്പോൾ 350 CRPCയില് നമ്മളുടെ പ്രതിയുടെ റൈറ്റ് ടു സൈലൻസ് റീട്രേറ്റ് ചെയ്തു. അത്
ഫിഫ്റ്റീൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എഫക്റ്റാണ് 73 അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് നോക്കാനാണ് ഇപ്പോൾ ഒരു 1 മാസം പറയുന്നത്. അപ്പോൾ ഇത് കട്ട് ആൻഡ് പേസ്റ്റിൽ വരുന്ന ഒരു കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ജഡ്ജ്മെൻറ്റ്സ് വായിക്കാതെ പഴയ ജഡ്ജ്മെൻറ്റ്സ് വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നാണ്. പ്രത്യേകിച്ച് സുപ്രീം കോർട്ട് വരുന്നതിന് മുമ്പ്, സുപ്രീം കോർട്ട് വളർക്കാനായിട്ടല്ല, സുപ്രീം കോർട്ട് വരുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ജഡ്ജസാണ്. പ്രത്യേകിച്ച് മദ്രാസ്, ബോംബെ, അലഹബാദ്, കൽക്കട്ട ഇത്ര ജൂറിസ്ഡിക്ഷൻ ഇരുന്നത് ഇംഗ്ലീഷ് ജഡ്ജസാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഹോമിസൈഡിനെ സംബന്ധിച്ചോ ആക്ടിനെ സംബന്ധിച്ചോ ഏതിനെ സംബന്ധിച്ചോ ഓരോ വേർഡ് ബൈ വേർഡ് അത് അനലൈസ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് ജഡ്ജസാണ്. അപ്പോൾ ആ ജഡ്ജ്മെന്റ്സ് വായിക്കുക. പിന്നെ ഏറ്റവും എളുപ്പമുള്ള മാർഗം വെച്ചാൽ നമ്മുടെ ബേസിക് ഹോംവർക്കിന് ശേഷം ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മുടെ ഏത് സെക്ഷൻ ആണെങ്കിലും ഏത് സെക്ഷനാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ആ സെക്ഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം, ഫോർ എക്സാമ്പിൾ സെക്ഷൻ 32 ബാങ്കിങ് പ്രശ്നം മനസ്സിലാണ് പഠിക്കുന്നത്. നമ്മൾ ഗ്രാമർക്ക് എല്ലാം ചെയ്യുക, കോളേജ് ടെസ്റ്റ് വായിക്കുക, 1-2 പഴയ ജഡ്ജ്മെന്റ്സ് വായിക്കുക. അതിനുശേഷം സെക്ഷൻ 32 ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് ഇത് ലോ കമ്മീഷൻ റിപ്പോർട്ട് PDF കിടക്കുന്നുണ്ട്. എല്ലാ ലോ കമ്മീഷൻ റിപ്പോർട്ടുകളും നെറ്റിൽ അവൈലബിളാണ്. ആ സെക്ഷൻ എടുത്ത് വായിച്ചു. ആ സെക്ഷൻ വായിക്കുമ്പോഴാണ് ലോ കമ്മീഷൻ ആക്ച്വലി സാറിൻ്റെ ബുക്കിൻ്റെ വ്യത്യാസമാണ്. PSലുള്ള നമുക്ക് ഓരോ സെക്ഷനിലും എന്താണ് ലോ കമ്മീഷൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, എന്ത് ചേഞ്ചാണ് വരുത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചേഞ്ചാണ് ഒരു നിയമത്തിൽ വേണ്ടത് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ആ നിയമം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ആ നിയമത്തിന് ഡിഫക്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് അതിന് ചേഞ്ച് വേണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു അതിന് ഡിഫക്റ്റ് എന്ന് മനസ്സിലാക്കാനാണ് ആ സെക്ഷൻ മനസ്സിലാക്കാൻ എത്രത്തോളമാണ്. ഇതുപോലെയാണ് എൻ്റെ ഭാഗത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ഡിസ്കഷൻസോ എന്തെങ്കിലും മോഡിയുടെ ബുക്കുള്ള വേറെ പക്ഷേ ഇന്നത്തെ ഇവിടെ വേറെ വേറെ കാണുന്നു. ജാസ് ഉണ്ട്, മോഡി മെഡിക്കൽ എവിഡൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞാല് നമുക്ക് പല കോടതികളിൽ മോഡിയെ പറ്റി ക്രോസ് ചെയ്യുമ്പോൾ ഡോക്ടറിനെ ചിരിക്കാം. എന്നുവെച്ചാൽ അവർക്ക് കേട്ടുപോലുമില്ല. നമ്മുടെ മാത്രമാണ് എപ്പോഴും മോഡിനെ എനിക്ക് ഡിസീസിന് വെച്ച് വരാനുണ്ടോ 100 വെച്ച് വരാം. നമ്മുടെ മാത്രമാണ് എപ്പോഴും മോഡി വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നത്.